നമ്മെക്കുറിച്ച് പൊതുവായി ചില ആളുകൾ പറയുന്ന ചില അപവാദങ്ങളുണ്ട്. ആ അപവാദങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മൾ മതപരിവർത്തന ലോബിയാണ്. രണ്ടാമതായി പറഞ്ഞു കേൾക്കുന്ന ഒരു അപവാദം നമ്മൾ ബ്രിട്ടീഷുകാരുടെ അവരോട് വിധേയത്വം പുലർത്തിക്കൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷ് പക്ഷത്തേക്ക് വിട്ടുകൊടുക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന ആളുകളാണ്. ആര്? കേരളത്തിലെ ക്രൈസ്തവർ. മൂന്നാമത്തെ ഒരപവാദം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയിട്ട് 3 ബികൾ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബൈബിള്, ബയണറ്റ്, ബ്രാൻഡി. ഈ 3 അപവാദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തുന്നു, ബൈബിള് കൊടുക്കുന്നു, ബ്രാൻഡി സർവ്വസാധാരണമാക്കുന്നു, ബയണറ്റ് ഉപയോഗിച്ച് ആളുകളെ പീഡിപ്പിക്കുന്നു. ഈ 3 അപവാദങ്ങൾക്കും കേരള ക്രൈസ്തവരും ചേർത്തിണക്കി കോർത്തിണക്കിയ ഒരു കഥ ബോധപൂർവം ചില ശക്തികൾ ഇന്ത്യ മഹാരാജ്യത്ത് പ്രചരിപ്പിക്കുന്നു. ഈ വായനാ ഭാഗവുമായി അതിനെന്ത് ബന്ധം? ഞാനതിലേക്ക് ക്രമേണ വരാം. ആദ്യം പറയട്ടെ, ബൃഹത്തായ ഇന്ത്യ മഹാരാജ്യം 1885 മുമ്പ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നില്ല. ഇന്ത്യക്ക് പേരിട്ടത് ഒരു വിദേശിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹെറോഡോട്ടസ് എന്നായിരുന്നു. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഈ രാജ്യത്തിന് പേരിട്ടു ഇൻഡസ്. ആ ഇൻഡസിൽ നിന്നാണ് ഇന്ത്യ എന്ന പദം നിഷ്പാദിച്ചിട്ടുള്ളത്. ആ ഇൻഡസ് എന്ന പദം അത് വ്യവഹരിക്കുന്നത് സിന്ധു നദിയുടെ തീരത്ത് അതിൻ്റെ മറുകരയിൽ പാർത്ത ആ അതിര് മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ആ ജനതയെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് വിളിച്ചു ഇൻഡസ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് വാറൻ ഹേസ്റ്റിങ്സ് പ്രഭുവായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് അത് ഉച്ചരിക്കാൻ നാവ് വഴങ്ങാത്തത് കൊണ്ട് ഇൻഡസ് എന്ന് ഉദ്ധരിച്ചത് ജണ്ടൂസ് എന്നായിപ്പോയി. വാറൻ ഹേസ്റ്റിങ്സ് നമ്മളെ വിളിച്ചിങ്ങനെ ജണ്ടൂസ് എന്നല്ല വിളിച്ചു. അപ്പം അതിനു മുമ്പ് 1885 മറ്റൊരു വിദേശിയായിരുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന എയോ ഹ്യൂം ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് രൂപം കൊടുക്കുന്നത് വരെ നമ്മളിന്ന് കാണുന്ന തരത്തിലെ ഒരു ഭൂപടം ഈ രാജ്യത്തൊരു മനുഷ്യൻ്റെ ഉള്ളിലില്ല. കാരണം 700ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ. ഈ 700ഓളം വരുന്ന നാട്ടുരാജ്യങ്ങൾ തമ്മിലടിച്ച് കലഹിച്ച് അധികാരവടം വലി നടത്തിക്കൊണ്ടിരുന്ന ഒരു നാട്. കൊച്ചിയിലെ രാജാവ്, കോട്ടയം രാജാവ്, തിരുവല്ല ഭരിച്ച രാജാവ്, ചങ്ങനാശ്ശേരി രാജാവ്, ഇവരൊക്കെ തമ്മിലടിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരി രാജാവ്, കോട്ടയം രാജാവ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെയാണോ? അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ലളിതമായിട്ടൊരു കാര്യം പറയാം. നമ്മുടെയൊക്കെ സഭയുടെ ഒരു സെൻറ്റർ പോലെയുള്ളായിരുന്നു അന്നൊരു രാജ്യം. അന്നത്തെ രാജാക്കന്മാരെക്കാൾ നല്ല മനോഹരമായ അവസ്ഥയിലാണ് നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാരൊക്കെ ഇന്ന് ജീവിക്കുന്നത്. നാട്ടുരാജാക്കന്മാർ, നമ്മുടെ ജോയി ജോൺ പാസ്റ്റർ ഒന്നുമല്ല ഉദ്ദേശിച്ചു കേട്ടോ, മൊത്തത്തിലെടുത്താൽ അവരൊക്കെ സാധുക്കളാണ്. എന്നാൽ ഈ രാജാക്കന്മാർ തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് 1600 AD ബംഗാളിൻ്റെ അതിർത്തി പ്രദേശത്തു കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സേന ഇന്ത്യയിലേക്ക് കടന്നു. അവിടം ഭരിച്ചിരുന്ന സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി ബംഗാൾ കീഴടക്കി കച്ചവടം ആരംഭിച്ചു. പതുക്കെ പതുക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഓരോ മേഖലകളും കീഴടക്കി വരുമ്പോൾ ഒരു കാര്യം പഠിക്കണം. ഇന്ത്യയിൽ പേരുകൊണ്ട് പോലും ക്രിസ്ത്യാനിയായിരുന്ന രാജാക്കന്മാർ കാര്യമായിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ എവിടെയുമില്ല. ആകപ്പാട് പേരുകൊണ്ടെങ്കിലും ക്രിസ്ത്യാനിയായിരുന്ന ഒരു രാജാവ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം ഭരിച്ചെങ്കിൽ
അത് കൊല്ലം ജില്ലയിലെ അഞ്ചുതങ്ങ എന്ന ഒരു സ്ഥലത്തെ മണിഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശത്താണ്. അയാളുടെ പേര് വില്ലാർവട്ടം തോമ രാജാവ് എന്നായിരുന്നു. ആ വില്ലാർവട്ടം തോമ രാജാവ് എന്ന നസ്രാണി പ്രമുഖൻ ഒഴിച്ച് 99% നാട്ടുരാജാക്കന്മാരും ക്രൈസ്തവരല്ലാത്ത ഹൈന്ദവരോ മുഗളന്മാരോ ആയ രാജാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക രാജാക്കന്മാരായിരുന്നു ബാക്കി. ആകപ്പാടെ ഒരു ക്രിസ്ത്യാനിയെ ചരിത്രത്തിൽ കാണുന്നുള്ളൂ, അത് വില്ലാർവട്ടം തോമ രാജാവാണ്. ഒരു കാര്യം ബോധ്യപ്പെടുത്താനാ ഞാൻ ഇത്രയും വന്നേ. ഈ രാജാക്കന്മാർ തമ്മിലടിച്ചടിച്ചടിച്ചടിച്ച് പരാജയം മണക്കുമ്പോൾ ഒരു നാട്ടുരാജാവിനെ കയറിയടിക്കാൻ മറ്റൊരു രാജാവ് വരുമ്പോൾ ആയുധശക്തി കൊണ്ട് അവനോട് പൊരുതി നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ഈ നാട്ടുരാജാവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഒരു സഖ്യം ചേർന്നിട്ട് പറയും, ഇതാ എന്നെ കൊല്ലാൻ വരിക, നിങ്ങൾ ആ പട്ടാളത്തെ ഒന്ന് വിട്ടു തന്നാൽ ഞങ്ങൾക്കൊരു രക്ഷയാണ്. സായിപ്പ് പറയും, ശരി, എത്ര കമ്പനി പട്ടാളം വേണം, അളവൊക്കെ പറയും. അത്രയും പട്ടാളത്തെ അതിർത്തിയിൽ വിന്യസിക്കും. ആ പട്ടാളം അവിടെ നിന്നുകൊണ്ട് എതിർകക്ഷികളെ മുഴുവൻ തുരത്തും. അങ്ങനെ നിഷ്കാസിതരാക്കാൻ ഈ പട്ടാളം തയ്യാറെടുക്കുമ്പോൾ ആ പട്ടാളത്തിൻ്റെ ആയുധത്തോട് പിടിച്ചു നിൽക്കാൻ ഈ രാജാവിന് കഴിയാതെ അവൻ തോറ്റുപോകും. ആ പുതിയ രാജ്യം ഈ നാട്ടുരാജ്യം കൂട്ടിച്ചേർത്ത് അല്പം കൂടെ വലുതാക്കും. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ പറയും, ഇപ്പോൾ കിട്ടിയ ആ രാജ്യത്തിൻ്റെ കുറേ ഭാഗം ഞങ്ങൾക്ക് തരണം, കൃഷി ചെയ്യാനും കണ്ടോണമെൻ്റ് ഞങ്ങളുടെ സൈനികരെ പാർപ്പിക്കാനും ഒക്കെ ആയിട്ട് തരണം. മാത്രമല്ല അതിൽ നിങ്ങൾ ആരെങ്കിലും പാർക്കാൻ വന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് കപ്പം തരണം. ഈ നാട്ടുരാജാവിന് ഗതിയില്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരന് ഇങ്ങോട്ട് പിടിച്ച തോക്ക് അങ്ങോട്ട് പിടിക്കും, അവരൊപ്പിടും. അങ്ങനെ ഈ രാജാക്കന്മാരുടെ ഭരണം നാമമാത്രമായി ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് അമർന്നമർന്ന് ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷുകാരായി. എന്താ മനസ്സിലായി? ഈ വിദേശികൾക്ക് ഇന്ത്യ തീരെഴുതി കൊടുത്താരാ? വല്ലതും പിടിയിട്ടോ? നമ്മളാരാണ്ടാണോ? നമ്മളാരെയുള്ളതാണോ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ തീരെഴുതി കൊടുത്തേ? ഇന്ന് നിങ്ങളും ഞാനും ഒരു പരസ്യോത്തിന് നിൽക്കുമ്പോൾ ഈ പരസ്യോഗം തടഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ വിദേശികൾക്ക് വിറ്റ ആളുകളുടെ കൊച്ചുമക്കൾ വന്നിട്ട് പറയുക, നിങ്ങൾ ഇന്ത്യ വിറ്റു. നീ ചരിത്രം പഠിക്കല്ല, ഞങ്ങൾ പഠിപ്പിക്കുക. ഇന്ത്യ ഞങ്ങളല്ല ബ്രിട്ടീഷുകാർ കൊടുത്തത്. ആ കൊടുത്തവൻ്റെ കൊച്ചുമോനാണ് ചോദിക്കുന്നത്, ഇതിവിടെ വേണ്ട. അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മര്യാദ ഇരിക്കണം, ഇങ്ങോട്ട് മര്യാദയ്ക്കിരിക്കണം. ആ, സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങോട്ട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ അങ്ങനെ തീരെഴുതി കൊടുക്കുക മാത്രമല്ല, മരണം വരെ ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തിയിട്ട് ഇന്ന് നമ്മളെ ഇന്ത്യയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന കുറേ വിദ്വാൻമാരുണ്ട്. നമ്മുടെ പാസ്റ്റർമാരിൽ പോലും പരസ്യവും നടത്തുന്നതിലെ ആളുകൾ വേദികളിൽ നിന്നിട്ട് വിളിച്ചു പറയും, മഹത്തായ ആർഷഭാരത സംസ്കാരം. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ട് പിടികിട്ടാത്തൊരു സാധന. എന്താണോ ഈ മഹത്തായ സംസ്കാരം? ഞാൻ PYPA സംഘടിപ്പിച്ച ഒരു മണിപ്പൂർ വിഷയത്തിലെ പ്രതിഷേധ യോഗം ഉണ്ടായിരുന്നു നമ്മുടെ തിരുവല്ലയിൽ. ഞാനായിരുന്നു അതിലൊരു പ്രസംഗം. അവിടെ പ്രസംഗിക്കാൻ വന്ന ഒരാൾ രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്ന PJ കുര്യൻ സാറാണ്. അവിടെ പ്രസംഗിച്ചപ്പോൾ അതേ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ പൈതൃകം തന്നെ, നമ്മുടെ സംസ്കാരം തന്നെ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന്. ഞാൻ വേദിയിൽ വെച്ച് തന്നെ അതിന് മറുപടി പറഞ്ഞു, കുറഞ്ഞ പക്ഷം സാറെങ്കിലും ഇങ്ങനെ പറയരുത്, ഈ പാതി പറഞ്ഞിട്ട് പോകരുത്, ആ ശ്ലോകം മൊത്തം പറയണം. പറയുകയാണെങ്കിൽ ആ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിഷം, അതിലടങ്ങിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം കാണാതെ ശ്ലോകം പാടരുത്. എന്താണെന്നറിയണ്ടേ? ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ ലോകസമസ്ത സുഖിനോ ഭവന്തു. മനസ്സിലായില്ലേ? മോളിൽ കിടപ്പുണ്ട് 2 ലൈൻ. നമ്മളെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന 100 കഥകൾ പറഞ്ഞിട്ട് പറയും, പാൽപ്പൊടി കൊടുത്ത്, വൈറ്റമിൻ ഗുളിക കൊടുത്ത്, ഗോതമ്പ് പൊടി കൊടുത്ത് നമ്മൾ മതം മാറ്റി.
എനിക്കത് സന്തോഷമാണ് കേൾക്കുമ്പോൾ, ഭയങ്കര സന്തോഷമുള്ളൂ. എൻ്റെ കാരണം 5000 വർഷം പഴക്കമുള്ള ഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്നൊരു കാര്യത്തെ, മഹത്തെന്ന് പറയുന്നൊരു കാര്യത്തെ ഒഴുക്കിക്കളയാനുള്ള വീര്യം സായിപ്പിൻ്റെ പാൽപ്പൊടിക്കുണ്ടായിരുന്നെങ്കിൽ ആ പാൽപ്പൊടി കേമമാണ്. മനസ്സിലായില്ലേ? ഈ കൊട്ടിക്കോഴിച്ച് സംസ്കാരം ഇത്ര വലുതാണെങ്കിൽ, പ്രബലമാണെങ്കിൽ, സായിപ്പ് വിറ്റമിൻ ഗുളിക വാരി എറിഞ്ഞപ്പോൾ ഇത് പോയെങ്കിൽ അത് പോകട്ടെന്ന് അത്രയും സാധനങ്ങൾ പോകണം. ചുരുക്കി പറഞ്ഞാൽ എണ്ണി എണ്ണി ഇവയ്ക്ക് മറുപടി പറയാനുള്ള കാരണം എന്ന് നമുക്കിവിടെ പകല് 10 ബീഹാർ മിഷണറിമാരുണ്ടായിരുന്നു. സന്താളർ ഒരു കാലഘട്ടത്തിൽ അങ്ങ് നക്സൽബാരിയിൽ, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, നക്സൽബാരിയിൽ ആയുധമെടുത്തുകൊണ്ട് ഭൂ ഉടമകൾക്കെതിരെ അതിശക്തമായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആ സമൂഹത്തിൽപ്പെട്ട സന്താളറിൽ ചിലര് വിശ്വാസം സ്വീകരിച്ച് യേശുവിൻ്റെ സാക്ഷികളായി ഇന്ന് പകൽ ഈ വേദിയിലുണ്ടായിരുന്നു. ആയുധം വലിച്ചെറിഞ്ഞ് ചോരച്ചുരച്ചിലിൻ്റെ വഴികളഞ്ഞ് നസ്രായന്റെ പാത തിരഞ്ഞെടുക്കാൻ ഇവർ തയ്യാറായത് വൈറ്റമിൻ ഗുളികയുടെ ബലത്തിലല്ല, പ്രാപിച്ച ദൈവശക്തിയുടെ ബലത്തിലാണ്. ആ ബലം ശിരാനരമ്പുകൾ ഓടുന്ന ആ രക്തത്തിന്റെ ശക്തി ചൈതന്യം ശരീരത്തിൽ ഓടുന്ന ഞങ്ങൾക്ക് യേശുവിനെ പ്രസംഗിക്കാനുള്ള അവകാശം ആരുടെയും ഔദാര്യമായിരിക്കുന്നില്ല. ഒരേ സ്വരത്തിൽ ഒരുമിച്ച് ആ അവകാശത്തിന്റെ വിളംബരം നമുക്കിങ്ങനെ പ്രഖ്യാപിക്കാം. ഈ മഹാരാജ്യത്തിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന, ഞങ്ങൾ നികുതി അടയ്ക്കുന്ന, ഞങ്ങൾ വോട്ട് ചെയ്യുന്ന, ഞങ്ങൾ കൂടി നിയമം പ്രകാരം ഈ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഈ രാഷ്ട്രത്തിൽ, ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നസ്രായനായ യേശുവിനെ പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ അവകാശം ആരുടെയും ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശം. മരണം വരെ ആജീവനാന്തം നസ്രായനായ യേശു ഉലകത്തിന്റെ രക്ഷകൻ എന്ന സുവിശേഷം ഉലകത്തോട് ഘോഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായി ഈ 10 വർഷങ്ങൾ ഈ പടപ്പുറപ്പാടിന്റെ ഭാഗമായിരിക്കാൻ എളിയവരായ ഞങ്ങൾക്കും ദൈവം കൃപ നൽകി. അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ വചനം, ജീവന്റെ വചനം അനേകരോട് പ്രസംഗിക്കുന്ന കർമ്മനിരതമായ ആ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ഇന്നിവിടെ സന്നിവേശിച്ചിരിക്കുന്ന മുഴുവൻ ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകം സംസ്കാരം എന്നൊരു പദത്തെ പറ്റി പഠിക്കും. അതോട് ചേർന്ന് കിടക്കുന്നൊരു പദമാണ് നാഗരികത, സിവിലൈസേഷൻ. എന്താ സിവിലൈസേഷൻ ഓർ നാഗരികത? ഒരു നഗരത്തെ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ് നാഗരികത എന്ന് പറയുന്നത്. ഒരു നഗരത്തിൻ്റെ വികാസം. പൗരാണിക കാലത്തൊട്ടേറെ നഗരങ്ങളുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്ന നഗരങ്ങൾ. ആ നഗരങ്ങളുടെ തീരത്ത് മനുഷ്യൻ കൃഷി ചെയ്തു. ആ നഗരങ്ങളിൽ കൂടി അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്നൊരു മഹാനദി കാണും. ആ നദിയുടെ തീരത്ത് മനുഷ്യൻ കൃഷി ചെയ്തു. അടുത്തടുത്ത ഇടങ്ങളിൽ കടകമ്പോളങ്ങൾ ഉണ്ടാക്കി, വഴികൾ വെട്ടി, രമ്യകർമ്മങ്ങൾ പടുത്തുയർത്തി. അങ്ങനെ ഒരു നാടിനെ നഗരവൽക്കരിച്ച ആ ചരിത്രമാണ് നാഗരികതയുടെ ചരിത്രം. ഈ നാഗരികതയെല്ലാം രൂപപ്പെട്ടത് നദികളുടെ തീരത്താണ്. ഇന്ത്യയിൽ നമ്മളറിയുന്ന പോലെ സിന്ധു നദിയുടെ തീരത്ത്, ചൈനയിൽ ഹൊയാങ് ഹോ നദിയുടെ തീരത്ത്, മെസപ്പൊട്ടേമിയയിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരത്ത്, ഈജിപ്തിൽ നൈൽ നദിയുടെ തീരത്ത് ഒക്കെ ഇങ്ങനെ സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചു വന്നു. ഇതാ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴും അതിൻ്റെ അവസാനം ഒരു നാഗരികത, അതും ഒരു നദിയുടെ തീരത്താണ്. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം, ശുദ്ധ പളുങ്കിനൊത്ത ഒരു മഹാനദിയുടെ പ്രവാഹം, അതുവഴി ഉലകത്തിലെ സകല നാഗരികതയും കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചസ്തമിച്ച് ആ നഗരവാസികളായ മനുഷ്യരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാണവായുവിന് വേണ്ടി പരക്കം പാഞ്ഞും പിടഞ്ഞു മരിച്ചും, അതല്ലെങ്കിൽ സാമ്രാട്ടുകൾ ഏറ്റുമുട്ടി കൊലപ്പെടുത്തുകയും ചെയ്ത് ചോരയുടെ ചരിത്രം രചിച്ച് ചോര കൊണ്ട് ചരിത്രം എഴുതി അങ്ങനെ ഉന്മൂലനം സംഭവിച്ച് നിരാശരായ മനുഷ്യരാശിയോട് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പളിച്ചു പറയുക, വരികയെന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നത് ഞാൻ കേട്ടു. ഈ രാത്രി സുവിശേഷം അതുതന്നെയാണ്. വരിക, നിത്യതയെ കരഗതമാക്കാൻ വരിക, ഈ വീതിയെ കരഗതമാക്കാൻ കഴിയുക, ആർക്കും ബോംബിട്ട് നശിപ്പിക്കാൻ കഴിയാത്ത
തേരോട്ടങ്ങൾക്കും പണപ്പുറപ്പാടിനും നശിപ്പിക്കാൻ കഴിയാത്ത നിത്യതയുടെ നഗരം പുതിയ യെരൂശലേം, കുഞ്ഞാടതിന്റെ വിളക്ക്, ആ മഹാനഗരത്തെ കരഗതമാക്കാനുള്ള ആഹ്വാനമാണ് ഈ സുവിശേഷമെങ്കിൽ ആ സുവിശേഷത്തിന്റെ ശബ്ദം ഇങ്ങനെ ഞങ്ങൾ ആവർത്തിക്കട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അജയ്യമായ നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. നമുക്കതിനെ ക്രമാനുഗതമായി ഒന്ന് വിശകലനം ചെയ്തു പോകാം. ലോകത്തിലെ ആദ്യത്തെ നാഗരികത അല്ലെങ്കിൽ നഗരം കേന്ദ്രീകരിച്ചുള്ള ജീവിത സംവിധാനം ഉൽപ്പത്തിയിൽ കാണാം. അത് വളരെ രസകരമാണ്. 4-5 അധ്യായമൊക്കെ പഠിക്കുമ്പോൾ വളരെ രസകരമായി തന്നെ കാണാം. ലോകത്തിൽ ആദ്യത്തെ സിവിലൈസേഷൻ ആരംഭിക്കുന്നത് കയീൻ്റെ കുടുംബത്തിൽ നിന്നാണ്. കയീൻ, ആദമിൻ്റെ പുത്രനായ കയീൻ്റെ ഭവനത്തിൽ നിന്നാണ് നഗരവൽക്കരണം ലോകത്ത് തുടങ്ങുന്നത്. ആദം 2 ആൺമക്കളുടെ പിതാവായിരുന്നു. അതിലേറെ മക്കൾ ആദമിനുണ്ടായിരുന്നു. തെളിവ്, ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അതിൽ ശ്രദ്ധേയരായ 2 മക്കളെയാണ് ചരിത്രം പരാമർശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധേയരെ ചരിത്രം പരാമർശിക്കുന്നത് സ്വാഭാവികമാണ്. ഈ ആദം അദ്ദേഹത്തിൻ്റെ ഒരു മകനായ കയീൻ ഹാബേലിനെ കൊന്നു. ആ ശൂന്യത പരിഗണിച്ചുകൊണ്ട് ദൈവം മറ്റൊരു മകനെ ആദമിന് നൽകി. ആ മകൻ്റെ പേര് ശേത്ത് എന്നായിരുന്നു. ആ ശേത്തിനൊരു മകനുണ്ടായി, ഏനോസ്. ഏനോസിനൊരു മകനുണ്ടായി, കേനാൻ, മഹലേൽ, യാരദ്, മെതൂശലേഹ്. ഇങ്ങനെ പോകുന്നു ജനറേഷൻ. ഇനി ഈ കയീനും മക്കളുണ്ടായി. ആ കയീൻ്റെ മകൻ്റെ പേര് ഹാനോക്ക് എന്നായിരുന്നു. ഹാനോക്ക്. ഈ ഹാനോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നൊരു ഹാനോക്കുണ്ട്, ദൈവത്തോടു കൂടെ നടന്നു. ആ ഹാനോക്കല്ല, ഇത് വേറൊരു ഹാനോക്കാണ്. ഒരു പേര് പല മനുഷ്യർ കാണുമല്ലോ. അപ്പോൾ ഈ ഹാനോക്ക് കയീൻ്റെ മകൻ, ഹാനോക്കിനൊരു മകൻ ഈരാദ്. അതൊക്കെ പോട്ടെ. പദം പറയുന്നു, കയീൻ ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് മകൻ്റെ പേരിട്ടു. ആ പട്ടണത്തിൻ്റെ പേരും ഹാനോക്ക്. അപ്പോൾ ഹാനോക്ക് എന്ന് പറയുന്നൊരു മകൻ മനുഷ്യൻ്റെ പേരാണ്. ഹാനോക്ക് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൻ്റെ പേരാണ്. സോ ഹാനോക്ക് വാസ് ദ ഫസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്. And Hanok is the ancient civilization in the world. ലോകത്തിലെ ഏറ്റവും പൗരാണികമായ പട്ടണത്തിൻ്റെ പേര് ഹാനോക്ക് എന്നാണ്. അപ്പം കയീൻ്റെ തലമുറ ഒരു പട്ടണം പണിതു. ഇനി ശേത്ത് എന്ത് എന്ന് പറയണ്ടേ? ശേത്തിൻ്റെ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പം ശേത്തിൻ്റെ കാലത്ത് ആരാധന തുടങ്ങി. അപ്പോൾ ഒരുത്തൻ ആരാധന. ആ തലമുറ ഒരു 10 സംവത്സരം പിന്നിട്ടു. ആ തലമുറയിലൊരു മകനുണ്ടായി, നോഹ. അവിടുന്ന് വീണ്ടും ഒരു 10 തലമുറ കഴിഞ്ഞു, ഒരു മകനുണ്ടായി, അബ്രഹാം. അബ്രഹാം ഇസാക്ക് ജനിച്ചു, ഇസാക്കിന് യാക്കോബ് ജനിച്ചു, യാക്കോബിന് യഹൂദ ജനിച്ചു. പിന്നെയും തലമുറകൾ മുമ്പോട്ട് പോയി. അബ്രഹാം മുതൽ ഒരു 14 തലമുറ മുമ്പോട്ട് പോയപ്പോൾ മറ്റൊരു മകൻ ജനിച്ചു. ആ തലമുറയിൽ ദാവീദ്. ദാവീദിൽ നിന്ന് 28 തലമുറ മുമ്പോട്ട് പോയപ്പോൾ ആ തലമുറയിൽ നിന്ന് മറ്റൊരു മകനെ ലഭിച്ചു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മനസ്സിലായല്ലോ? അപ്പോൾ യേശുവിൻ്റെ ജഡപ്രകാരമുള്ളൊരു ജനറേഷൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ത്രൂ സേത്തൈറ്റ് ജനറേഷൻ, ശേത്തിൻ്റെ തലമുറയിലൂടെ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്ന ഇടം വരെ നിങ്ങൾക്കൊരു തലമുറയുടെ സങ്കല്പം കാണാം. ഇവർ പക്ഷേ പട്ടണം പണിയോ ഹോസ്പിറ്റൽ പണിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നിർമ്മിതി നടത്തി അങ്ങനെ കാണുന്നില്ല. ഇവർ ചെയ്തതേ, ഒരുത്തൻ യാഗപീഠം പണിതു, മറ്റൊരുത്തൻ പെട്ടകം പണിതു, ഇനി ഒരുത്തൻ ആലയം പണിതു. ആ തലമുറയിൽ ഒരുവൻ വന്നിട്ട് തന്നെ തന്നെ പരിചയപ്പെടുത്തി, ദേവാലയത്തിലും വലിയവൻ. ആ തലമുറയിൽ ഒരാൾ യാഗപീഠം പണിതു.
മറ്റൊരാൾ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ഇനിയും ഒരാൾ ജീവരക്ഷയ്ക്കൊരു പെട്ടകം പണിതു. ഇനിയും ഒരാൾ ഒരാത്മീകമായ ജനതയെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് ദൈവത്തിനൊരാലയം പണിതു. ഇനിയും ഒരാൾ ദേവാലയത്തെക്കാൾ വലിയവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ആദമിൻ്റെ തലമുറയിലൂടെ ശേത്തിലൂടെ വന്ന് യേശുക്രിസ്തുവിൽ ആ വംശാവലിയെ നമുക്ക് എത്തിക്കാം. ഇനി മറ്റൊരു വംശാവലിയുടെ കണക്കുണ്ട്. ആ കണക്കെങ്ങനെയാ? ശ്രദ്ധിക്കണം. അതെ, കയീനിൽ നിന്ന് ആരംഭിക്കും. ആ കയീനിൽ നിന്ന് തുടങ്ങി ഒരു പട്ടണം പണിയുന്നു കയീൻ. എന്താണ് കയീൻ പട്ടണം പണിയാനുള്ള കാരണം? അവന് ശാപഗ്രസ്തനായി, അവൻ കൊലപാതകിയായി. ചോരച്ചൊരിച്ചിൽ കൊണ്ട്, കൊലപാതകം കൊണ്ട്, തിന്മ കൊണ്ട് ചരിത്രം രചിച്ച ആ മനുഷ്യൻ എന്ത് ചെയ്തു? വെറുതെ ഇരുന്നില്ല. തോൽവിക്ക് വഴങ്ങാതെ, പരാജയത്തിന് തലവെച്ചു കൊടുക്കാതെ അവൻ ചിന്തിച്ചു, എൻ്റെ നിത്യത നഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ ദൈവസംസർഗം നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന് എൻ്റെ മീതെയുള്ള ആ കരുതൽ അകന്നുപോയിരിക്കുന്നു, ഞാൻ കൊലപാതകിയായി തീർന്നിരിക്കുന്നു. ഇനി എൻ്റെ മുമ്പിലൊരു വഴി. ഈ ഭൂമി, ഈ കാണുന്ന ദൃശ്യമായ മണ്ഡലം, ഇതിനെ ഒന്ന് ഉടച്ചു വാർക്കണം. എനിക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു നഗരം സൃഷ്ടിക്കണം. എനിക്കിനിയുള്ള ആശ്രയം ഈ ഭൂമിയാണ്. ഞാനിവിടെ നഗരം പണിയും. എൻ്റെ നിലയിൽ ആ നഗരത്തിലൂടെ കുതിരകളും മറ്റ് മൃഗങ്ങളും കെട്ടിവലിക്കുന്ന വണ്ടികളും കടകമ്പോളങ്ങളും കച്ചവടങ്ങളും ഒക്കെ ചെയ്ത് എൻ്റെ പുതുതലമുറ ഇവിടെ വളരും. ആ ലക്ഷ്യമിട്ടുകൊണ്ട് കയീൻ ഒരു പട്ടണം പണിതു. കയീനൊരു മകനുണ്ടായി, ഈരാദ്. ഹാനോക്കിൻ്റെ മകനുണ്ടായി ഈരാദ്. ഈരാദിനൊരു മകനുണ്ടായി മെഹുയേൽ. ഇനിയും ഒരു മകനുണ്ടായി മെഹൂശയേൽ. ഇനിയും ഒരു മകനുണ്ടായി, അയാളുടെ പേര് ലാമക്ക്. ഈ പുറത്തുനിന്ന് വല്ലാത്ത സൗണ്ട് ഇങ്ങോട്ട് വരുന്നു. വളണ്ടിയേഴ്സ് അവിടെ ശ്രദ്ധിക്കുക. അതെന്താണെന്നൊരു പേടിയില്ല. നിങ്ങളെ അതിനെ അവിടെ ഇരുത്തിരിക്കുന്ന ആ ട്രാകൊക്കെ തന്ന്, മനസ്സിലായില്ലേ? അത് ശ്രദ്ധിച്ചിട്ട് മെഹൂയേൽ, മെഥൂശയേൽ, ഒടുവിൽ ലാമെക്ക്. കയീൻ മുതലുള്ള കണക്ക് പുസ്തകം പരതുക, വംശാവലിയുടെ കണക്ക് പുസ്തകം പരതുക. ഞാൻ ഹാവേലിന് പകരം വന്ന ശേത്തിന്റെ വംശാവലി കണക്ക് കൃത്യം പരതി. ഒടുക്കം പറഞ്ഞു, ആ തലമുറയിൽ ഒരു മനുഷ്യനെ കാണാം, കർത്താവായ യേശുക്രിസ്തു. ആ തലമുറയിൽ മറ്റു ചിലരെയും കാണാം. ആദം മുതൽ ഏഴാമനായ ഹാനോക്ക്. ആ ഹാനോക്ക് നീതിപ്രസംഗിയായിരുന്നു. ആ ഹാനോക്ക് പ്രവാചകനായിരുന്നു. ആ ഹാനോക്ക് ദൈവകൃപയുള്ളവനായിരുന്നു. ആ ഹാനോക്ക് ഒരു ദൈവമനുഷ്യനായി കുടുംബത്തെ ദൈവകൃപയിൽ വളർത്തി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഹാനോക്ക് നയിച്ചു. മറുവശത്തെ മറ്റൊരു കാര്യം, ഈ കയീൻ്റെ തലമുറയിലെ ഏഴാമൻ ആദമിൻ്റെ മകനാണ്. അതായത് നാശഗ്രസ്തൻ്റെ ഭൂമിയെ ഉടച്ചു വാർത്ത് മനോഹരമാക്കാൻ ചിന്തിച്ചവൻ്റെ തലമുറയിലെ ഇളമുറക്കാരൻ. മറുവശത്തെ ആദം മുതൽ ശേത്തിലൂടെ ഏഴാമനായൊരു മനുഷ്യനുണ്ടായിരുന്നു, ഹാനോക്ക്. ഈ രണ്ട് ഏഴാമന്മാരെ പറ്റി ഒന്ന് പഠിക്കാം. ഒരപ്പൻ്റെ രണ്ട് മക്കളിലെ രണ്ട് ഏഴാമന്മാർ, ഒരേ കാലത്ത് ജീവിച്ചിരുന്നവർ. രണ്ട് മക്കളിലൂടെ, രണ്ട് തലമുറകളിലൂടെ ഏഴാമനായ ഹാനോക്ക് എന്നൊരു ദൈവമനുഷ്യൻ. അവിടെ ഇപ്പുറത്തൊരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. പേര് ലാമക്ക് എന്നായിരുന്നു. ലാമക്ക്. ഈ ലാമക്കിൻ്റെ പ്രത്യേകത കേൾക്കണം. ഈ വാസ് ദ ഫസ്റ്റ് പോളിഗമിസ്റ്റ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ആദ്യത്തെ ബഹുഭാര്യത്വം ലാമെക്കിലൂടെയാണ് ആവിർഭവിക്കുന്നത്. ഒന്നിലധികം വിവാഹം. ആദ്യത്തെ ബഹുഭാര്യത്വം. അയാളുടെ ഭാര്യമാരുടെ പേരും ബൈബിളിലുണ്ട്. തന്നെയല്ല, ഈ ഹാനോക്കിനെ കുറിച്ച് വളരെ കുറച്ച് അറിവുകളെ ബൈബിളിലുള്ളൂ. ഇത്രയാകെ ഉള്ളൂ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ കൊണ്ടതിനാൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇത്രേ ഉള്ളൂ. ഹാനോക്കിനെ പറ്റി ആകെ കിട്ടുന്ന വിവരണം എല്ലാവർക്കും ഓർമ്മയിലിരിക്കും. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ മരണം കാണാതെയായി അവൻ എടുക്കപ്പെട്ടു. തീർന്നു. ഏഴാമനാ.
സത്യത്തിൽ മരണം കാണാതെ എടുക്കപ്പെട്ടവനെ കുറിച്ച് ഇത്രയും മതിയോ വിശദീകരണം? പോരാ. നമ്മളൊക്കെ പറയലേ, എനിക്കൊരു സാക്ഷ്യത്തിന് അവസരം തന്നാൽ ഇന്നും നാളെ ഒന്നും പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം തീരുകയില്ല. അങ്ങനെയുള്ളവരെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു സമയം ഞങ്ങൾ ഇരിക്കാം, പറയാൻ പറ്റും, മൊത്തം പറയാൻ പറ്റും. ഇയാൾ പറയാൻ പോകുന്ന മുഴുവൻ പുള്ളി വെള്ളമടിച്ച കഥ പറയുന്ന കാര്യം അതല്ലല്ലോ സാക്ഷ്യം. എൻ്റെ സാക്ഷ്യവും നിങ്ങളുടെ സാക്ഷ്യവും നമ്മുടെ സാക്ഷ്യമില്ല, ഇത്രേ ഉള്ളൂ. പൗലോസിനെ രക്ഷിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ, പത്രോസിനെ രക്ഷിക്കാൻ, എന്നെ രക്ഷിക്കാൻ, പാസ്റ്റർ മാണിക്കുര്യാക്കോസിനെ രക്ഷിക്കാൻ, സജിമോനെ രക്ഷിക്കാൻ യേശുവിന് വന്ന മുതൽ മുടക്ക് സ്വന്തം രക്തം. ഒരൊറ്റ വിലയാണ്, ഒറ്റ വില. അതിന് കൂടുതലും കുറവൊന്നുമില്ല, ഒറ്റ വില. വേറെ കൂടുതലും കുറവ് ഒട്ടുമില്ലെന്ന്. ഒറ്റ ദ്രവ്യം കൊടുത്താൽ നമ്മളെല്ലാം വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൃപയാൽ ഞാൻ ഇവനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇതാണ് സാക്ഷി. എങ്കിലും ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്കിനെ പറ്റി വിശദീകരണം പോരാ, കുറെ കൂടി കിട്ടണം. അങ്ങനല്ലേ? എന്നാ ഉണ്ട്. നമുക്കാകപ്പാടെ പരതിയാൽ ഹാനോക്ക് അങ്ങെന്താ പ്രവചിച്ചേ? എന്തായിരുന്നു അങ്ങയുടെ പ്രവചനത്തിൻ്റെ ഉള്ളടക്കം? യൂദാലേഖനത്തിൽ സൂചന തരുന്നുണ്ട്. അതിങ്ങനെയാ: ആദം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെക്കുറിച്ച് പ്രവചിച്ചു. അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ കാര്യങ്ങൾ നിമിത്തം അവരെക്കുറിച്ച് പ്രവചിച്ചിട്ട് പറയുകയാണ്, ഇവരെ അധർമ്മികളാണ്. അതുകൊണ്ട് കർത്താവിവറ്റകളെ ന്യായം വിധിക്കാൻ 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു. ഒരു പ്രവചനത്തിൻ്റെ ഒരു ചെറിയ കഷണം മാത്രമാണ് ഈ യൂദാലേഖനത്തിൽ കാണുന്നത്. വേറെ ഒരു കാര്യവും കിട്ടുന്നില്ല. ചരിത്രത്തിൽ കിട്ടും, ഇവിടെ കിട്ടത്തില്ല, ബൈബിളില്ല. പക്ഷെ ലാമെക്കിൻ്റെ കാര്യം അങ്ങനല്ല. ലാമെക്കിൻ്റെ കാര്യം വളരെ വിശദമായി ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുക. ഒരാവശ്യമില്ലാത്ത കാര്യം എന്താണെന്നറിയണ്ടേ? വചനം പറയാ, ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഇനി അത് പോട്ടെ, അയാളെങ്കിലും ചോദിച്ചു, അയാൾ അത് പുലർത്തിക്കൊള്ളും. കാരണം 45 വരെ ഭാര്യമാരെ എടുത്തിട്ട് മാനവരിൽ മഹോന്നതനായി ജീവിക്കാൻ ആൾക്ക് സാധിക്കുമെങ്കിൽ ഇയാൾ 2 ഭാര്യയായിട്ട് ജീവിക്കട്ടെന്ന് എന്താ കുഴപ്പം? മനസ്സിലായില്ലേ? ഒരേ സമയം 6 വയസ്സുകാരി മുതൽ 60 വയസ്സുകാരി വരെ കൂടെ ജീവിക്കുക, എന്നിട്ടും മഹത്വം ഒട്ടും കുറയുന്നില്ല. ഭയങ്കരമായിപ്പോയി. അപ്പോൾ പിന്നെ ലാമേക്കിന് എന്താ കുഴപ്പം? ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. അവരുടെ പേരും എഴുതി. ഒരുത്തിക്ക് ആദ എന്നും ഒരുത്തിക്ക് സില്ല എന്നും പേര്. നല്ല പേരാ കേട്ടോ, മക്കൾക്കൊക്കെ ഇടാൻ പറ്റിയ പേരാ. ഒരുത്തിക്ക് ആദ എന്നും ഒരുത്തിക്ക് സില്ല എന്നും പേര്. ഉൽപ്പത്തിയിലുള്ള കാര്യം കേട്ടോ. അപ്പോഴേ അടുത്തത് രസകരമായൊരു കാര്യമാണ്. ഈ ലാമക്കിന് കുറേ മക്കളുണ്ടായി. അത് കേൾക്കേണ്ടതാണ്. ആ മക്കളെക്കുറിച്ച് പഠിക്കണം. അജിപുത്തൂർ ശ്രദ്ധിച്ചിരിക്കുകയാണ്. കാരണം പാട്ടുകാരുടെ കാര്യമൊക്കെ പറയാൻ പോകും, ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ അയാളുടെ മക്കളിൽ ഒരാളുടെ പേര് യാബാൽ എന്നായിരുന്നു. യാബാലായിരുന്നു ലോകത്തിലെ ആദ്യത്തെ കൃഷീവലൻ, കൃഷി ചെയ്യുന്ന ആൾ. കന്നുകാലി ഇളക്കി വളർത്തി, പറവജാതികൾ ഇണക്കി വളർത്തി, അവയുടെ പാല് കൊണ്ട് ഉപജീവനം കഴിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയ ആ വ്യക്തിയായിരുന്നു യാബാൽ. മനസ്സിലായില്ലേ? നമ്മുടെ കുര്യൻ സാറ് ധവള വിപ്ലവമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ കന്നുകാലികളെ ഇണക്കി വളർത്തി ലൈഫ് സ്റ്റോക്ക് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഒക്കെ തുടങ്ങി വെച്ച മനുഷ്യൻ്റെ പേര് യാബാൽ. ഇനി അവിടെ വേറെ എത്രയുണ്ട്? യൂബാൽ. ബൈബിൾ കിസ്സൊക്കെ വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചോണേ. യൂബാലായിരുന്നു ആദ്യത്തെ ആർട്ടിസ്റ്റ്. അജിപുത്തൂർ സാറേ, പ്രസാദ് സാറേ മനസ്സിലാകുന്നുണ്ടോ? ദ ഫസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ്. അവൻ വേണുവും കിന്നരവും പ്രയോഗിക്കുന്നവർക്ക് പിതാവായി തീർന്നു. സുഷിരവാദ്യം, വേണു അതാ സുഷിരവാദ്യം, ഓടക്കുടൽ, കിന്നരം കമ്പിവാദ്യവും പ്രയോഗിക്കുന്നവർക്ക് പിതാവായി തീർന്നു. ഇനി വേറൊരുത്തനുണ്ട്. അപ്പം യാബാൽ, അടുത്തവൻ്റെ ഒരു യൂബാൽ, ഇനി ഒരുത്തൻ്റെ പേര് തൂബൽ കൈൻ. തൂബൽ കൈൻ്റെ പണി കേൾക്കണം. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നവർക്ക് പിതാവായി തീർന്നു. ഉൽപ്പത്തി 4:5 ഒക്കെ വായിച്ചാൽ മതി. ഈ കാര്യം കൃത്യം എഴുതിയിരിക്കുക. എന്താ മനസ്സിലായി? നാശഗ്രസ്തനായൊരു മനുഷ്യനില്ലേ, കൊന്നു കൊലവിളിച്ചിട്ട് സഹോദരന്റെ ചുടുചോര കൊണ്ട് ചരിത്രത്തെ മലീമസമാക്കിയ കൈൻ
കയ്യിലിൽ നിന്ന് പിറവി കൊണ്ടതാണ് പട്ടണം. കയ്യിലിൻ്റെ കൊച്ചുമക്കളുടെ കാലത്ത് രൂപപ്പെട്ടതാണ് കല, സാഹിത്യം, സംസ്കാരം. ഇവയൊക്കെ രൂപപ്പെട്ടത് അന്നാണ്. വീണ്ടും ആയുധം, ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള ആയുധം, പ്രതിരോധം, കൃഷിക്ക് വേണ്ടത്. നമ്മളെ സംസ്കാരം, നാഗരികത എന്നൊക്കെ പറഞ്ഞത് ഉണ്ടായത് കൈനൈറ്റ്സിൻ്റെ സംഭാവനയാണ്, കൈയിൻ്റെ കൊച്ചുമക്കളുടെ സംഭാവനയാണ്. ദൈവമക്കളുടെ സംഭാവന എന്താ? ഒന്നുമില്ലെന്ന്. ആകെ ഉള്ളതൊരു യാഗപീഠം, പിന്നുള്ളതൊരുത്തൻ നീതി പ്രസംഗി, മറ്റൊരാൾ പ്രവാചകൻ, ഇനിയും ഒരാളൊരു പെട്ടകം, ഇനിയും ഒരാൾ സമാഗമന കൂടാരം, ഇനിയും ഒരാൾ ദൈവത്തിൻ്റെ ആലയമായ യെരൂശലേം ദേവാലയം, ഇനിയും ഒരാൾ ദേവാലയത്തെക്കാൾ വലിയവനായ ക്രിസ്തു. നഗരം ഉണ്ടാക്കിയില്ല, ഈ പറയപ്പെട്ട ഒന്നും തന്നില്ല. അപ്പോഴേ നാം പാദമുന്ന് നിൽക്കുന്ന ലോകത്തിൻ്റെ സംസ്കാരം കൈനൈറ്റ്സിൻ്റെ ദാനമാണ്. അവരാണിത് പണി കഴിപ്പിച്ചത്. അവിടെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിവിടെ നിൽക്കാവോ? നിൽക്കാം. നമുക്ക് സുഷിരവാദം ഉപയോഗിക്കാവോ? ഉപയോഗിക്കാം. കമ്പിവാദം ഉപയോഗിക്കാവോ? ഉപയോഗിക്കാം. പാട്ട് പാടാമോ? പാടാം. ആയുധം ഉപയോഗിക്കാവോ? ആയുധം ഉപയോഗിക്കാം. അന്യൻ്റെ തലക്കിട്ടല്ല. തേങ്ങ പൊതിക്കാനൊക്കെ പറ്റുള്ളൂ, വേറൊന്നും എടുക്കില്ല. കറിക്കരിയാൻ, തേങ്ങ പൊതിക്കാൻ, കാട് വെട്ടാൻ, ഇതിനൊക്കെ നമുക്ക് ആയുധം എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. വേറൊന്നിനും പറ്റില്ല. അതുകൊണ്ടേ അതിനുള്ള ഉപയോഗമേ ഉള്ളൂ. അപ്പോൾ നാഗരികതയെ വിവേകത്തോട് ഉപയോഗിക്കണം, സംസ്കാരത്തെ വിവേകത്തോട് ഉപയോഗിക്കണം. ഇതായിരുന്നു ബൈബിളിൻ്റെ സന്ദേശം. പക്ഷേ ലാമേക്കിൻ്റെ കാലമെത്തുമ്പോൾ ഒരു പടി കൂടി കടന്നിട്ടേ അയാൾ പറഞ്ഞു, ജീവിതത്തിന് കിട്ടാവുന്ന സന്തോഷമാർജിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകും. അതുകൊണ്ടേ 2 ഭാര്യമാർ, ഒരുത്തിക്ക് ആദ, ഒരുത്തിക്ക് സില്ല. ഇതെല്ലാം കേട്ടിട്ട് ഇയാൾ ഈ ഭാര്യമാരെ വിളിച്ച് മനോഹരമായൊരു കവിത ആലപിച്ചു. കവിത അല്ലെ പാട്ട്. ബൈബിളിലെ ആദ്യത്തെ കവിത പോലും ഈ ലാമെക്ക് തൻ്റെ ഭാര്യമാർക്ക് വേണ്ടി എഴുതിയ കവിതയാണ്. ആദ്യത്തെ കവിത അതിങ്ങനെ തുടങ്ങുന്നത്: ആദയും സില്ലയുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, ലാമേക്കിൻ ഭാര്യമാരെ എൻ്റെ വാക്കുകൾക്ക് ചെവി തരുവീൻ. കേട്ടിട്ടില്ലേ? ചിഞ്ചുവിനെ കൊണ്ട് ഇതൊക്കെ വായിപ്പിക്കണ്ട, സമയക്കുറവുകൊണ്ട് വായിക്കാത്താണ്. ആദയും സില്ലയുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, ലാമേക്കിൻ ഭാര്യമാരെ എൻ്റെ വാക്കുകൾക്ക് ചെവി തരുവീൻ. എൻ്റെ പരിക്കിന് പകരം ഒരു പുരുഷനെയും എൻ്റെ മുറിവിന് പകരം ഒരു യുവാവിനെയും ഞാൻ കൊല്ലും. അമ്പട. ബൈബിളിലെ ആദ്യത്തെ കവിത തന്നെ പറയുക, കൊല്ലും, വെട്ടും, പ്രതികാരം ചെയ്യും. എന്നിട്ട് ഒന്നുകൂടി കയറ്റി പറഞ്ഞു, ഹാബേലിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 70 ഇരട്ടി. കണ്ടില്ലേ? ഇങ്ങനെ പറയാൻ കാരണം, ഇവൻ കൊല്ലുമെന്ന് പറയാൻ കാരണം, ഇവൻ്റെ മുത്തച്ഛൻ കൊന്ന് ശീലമുണ്ട്. കയ്യിൽ നിന്ന് 7ാം തലമുറ വന്നപ്പോൾ പറയാ, ആ ജീനുകൾ ഓടുന്ന ഈ ബ്ലഡ് വെച്ചേ എൻ്റെ പ്രതികാരം കെട്ടടങ്ങുന്നില്ല, എൻ്റെ അരിശം കെട്ടടങ്ങുന്നില്ല, ഒരു പുരുഷനെ ഞാൻ കൊല്ലും. ബൈബിള് വായിച്ചിട്ട് ഈ പുരുഷൻ ആരാന്ന് ആർക്കെങ്കിലും പറയാമോ? ഇയാൾ ടാർഗറ്റ് ചെയ്ത ഈ പുരുഷൻ ആരാ? ആരെ കൊല്ലുമെന്നാ സുഹൃത്തെ താങ്കൾ ഈ പറഞ്ഞത്? ആരാ താങ്കളെ മുറിവേൽപ്പിച്ചത്? ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നൊരു മകനില്ലേ? പാട്ടുപാടി ആനന്ദ നൃത്തം ചെയ്യുന്ന യൂബാലില്ലേ? നിനക്കാവശ്യമായി വിഭവങ്ങൾ കൊണ്ടുതരുന്ന യാബാലില്ലേ? നിന്നെ പാട്ടുപാടി ആനന്ദ നിർവൃതിയിലേക്ക് എത്തിക്കുന്ന മകനൊപ്പം നിന്നെ സന്തോഷിപ്പിക്കുന്ന 2 ഭാര്യമാരില്ലേ? ആരാണ് നിന്നെ മുറിപ്പെടുത്തിയത്? ആ മുറിവ് പരിശോധിക്കാം. അവിടെ കിടപ്പുണ്ട് കൃത്യം. പിന്നിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഒരു പ്രവചനമാണ് അവൻ്റെ മനസ്സിൽ മുറിവുണ്ടാക്കിയത്. വേറെ ആരുമില്ല, 7ാം തലമുറയിലെ കയീൻ്റെ കൊച്ചുമകൻ തെറ്റായ വഴിത്താരകളിലൂടെ നാഗരികതയെ ഉന്മൂലനം ചെയ്ത് അതിനെ പാപമംഗിലമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഹാബേലിൻ തലമുറയിലെ, ശേത്തിൻ തലമുറയിലെ 7ാമൻ എഴുന്നേറ്റ് പ്രവചിച്ചു, ഇത് തെറ്റാണ്.
ആ തെറ്റിനെതിരെ പ്രവചിച്ച പ്രവാചകന്റെ പ്രവചനം തുടങ്ങുന്നത് തന്നെ അധർമ്മത്തിനെതിരെയാണ്. അവർ ഭക്തിയോ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ ഇത്തരം പ്രവണതകൾ നിമിത്തം ഇവനെ വിധിക്കാൻ കർത്താവിതാ 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു. ആ പ്രവചനമേൽപ്പിച്ച മുറിപ്പാടിൽ നിന്ന് ഉരുവപ്പെട്ട ബോധം കൊണ്ട് ഈ ലാമേക്ക് പറഞ്ഞു, ആ പ്രവചിച്ചവനെ ഞാൻ കൊല്ലും. അപ്പോൾ നമുക്ക് ഈ വധഭീഷണിയൊന്നും ഇന്നലെയും തുടങ്ങിയല്ല. ആദ്യത്തെ പ്രവാചകൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞേ. നിനക്ക് ഇതിനേ ധൈര്യമുള്ളൂ, നീ മറുപടി പറയും. ആ പ്രവാചകൻ പറഞ്ഞ വിഷയത്തിനൊരു മറുപടി കൊടു. സാധിക്കില്ല. ആശയം തീർന്നു പോകുന്നവന്റെ പക്കൽ ആയുധം ശക്തിമത്താണെന്ന് ധരിക്കണ്ട. ഈ ആയുധം ഒരിക്കൽ തുരുമ്പിക്കും. കരുത്തുറ്റൊരായുധമാണ് ആശയം. ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന തിരുവചനത്തിന്റെ ശക്തി. ശരീരം ഇവിടെ വീണുടഞ്ഞാലും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന നസ്രയനായ യേശുവിന്റെ രക്തം ശിലാനിറമ്പുകൾ ഒടുങ്ങുന്ന ഞങ്ങൾ പറയും, ആ രക്തം പരിശുദ്ധം, അത് പുണ്യാക രക്തം, അത് പാപത്തെ മലിനതയെ മാറ്റുന്ന യേശുവിന്റെ രക്തം. ആ രക്തത്തിൽ പുനർജനിച്ചവരാ നമ്മൾ. അപ്പൊ ഹാവേൽ ആ തലമുറയിലെ കൊച്ചുമകൻ, ശേത്തിൻ്റെ കൊച്ചുമകനായ ഈ മനുഷ്യന് കിട്ടി ഒരു വധഭീഷണി. എന്താ അത്? നിന്നെ കൊല്ലും. എന്ന് പറഞ്ഞ് കഴിവുള്ളവൻ പറഞ്ഞാൽ നമുക്ക് പേടി വരും. ഈ സഹോദരിമാർ ഈ കുഞ്ഞുങ്ങളെ എടുത്തിട്ട്, കൊച്ചു കുട്ടികളെയൊക്കെ എടുത്തിട്ട്, അപരിചിതരുടെ കുട്ടികളെയൊക്കെ എടുത്തിട്ട് പറയുന്ന 2 കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കൊച്ചു കുഞ്ഞിനെ, ഞങ്ങളുടെ സഭയിനൊക്കെ ഒരു കുഞ്ഞുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ അത്തരം കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് എടുത്തിട്ട് സ്നേഹമുണ്ടെന്ന സൗകര്യമാർ 2 കാര്യം കുഞ്ഞോട് പോകും. ഒന്നാമത് വിളിക്കും, ഒരു ചെറിയ തല്ലും കൊടുത്തിട്ട് വിളിക്കും, കള്ളൻ. ഇതാ ഒന്നാമത്തെ ശബ്ദം. അടുത്ത് പറയുന്ന കൊല്ലും. ഇതെന്തിനാന്നൊരു വെടിയില്ല. കൊച്ചു കുഞ്ഞുകൊണ്ട് ആദ്യം പറയുന്നത് എന്താ? കള്ളൻ. രണ്ടാമത് പറയുന്നത് സ്നേഹം കൊണ്ട് എന്താ പറയുന്നത്? കൊല്ലുമെന്ന്. കൈയിൻ്റെ രക്തം ശിരകളിൽ ഓടിയാൽ ഇതൊക്കെ ചെയ്തു പോകും. ഈ പാവം കുഞ്ഞിനെ വിളിക്കുക കള്ളനെന്ന്. അത് അന്നേരവും ചിരിക്കുക കള്ളനെന്ന് വിളിക്കുമ്പോൾ, അല്ലേ? കൊല്ലും. മലയാളികളായ നമ്മളെ വായിൽ ഇതേ വരുള്ളൂ. കള്ളൻ, കൊല്ലും. സ്നേഹം വരുമ്പോൾ വിളിക്കുക കള്ളനെന്ന്. സന്തോഷം കൊണ്ട് വിളിക്കുക കൊല്ലുമെന്ന്. പോട്ടെ, സ്നേഹിച്ച് കൊല്ലുമല്ലേ, പോട്ടെ. ഏതായാലും ഇവൻ പറഞ്ഞു കൊല്ലും എന്നിവൻ പറഞ്ഞപ്പോൾ തമ്പുരാൻ തീരുമാനിച്ചു, എന്നാലതൊന്ന് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്ന ഉയരത്തിലുള്ളിടത്തോളം നമ്മൾ മരണത്തെ പേടിക്കരുതെന്നേ, ഭീഷണിയെ പേടിക്കരുതെന്നേ, രോഗത്തെ പേടിക്കരുതെന്നേ, ആകുലതയെ പേടിക്കരുതെന്നേ. നമുക്കെതിരെ വരുന്ന എല്ലാത്തരം ആക്രമണങ്ങളെയും മുൻകൂട്ടി കാണുന്ന കണ്ണുകളാണ് അവിടുത്തെ കണ്ണുകൾ. അവനിത് കണ്ടുകൊണ്ടേ നിൽക്കുകയാണ്. ഗ്രഹാം സ്റ്റെയിൻസും 2 പിഞ്ചോമനകളും അതിദാരുണമായി ശത്രുവിന്റെ ആയുധത്തിന് കീഴടങ്ങി ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിൽ വലിച്ചെറിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കാണാതെ നിൽക്കുന്നവനാ യേശുവെന്ന്? അത് കാണാതെ അകലത്തിൽ നിൽക്കുന്നതാണ് അവിടുന്ന്. ഇല്ല ഇല്ല ഇല്ല. നിരാശകൾ, പട്ടിണികൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ ഇവ കണ്ടിട്ട് മനസ്സലിയുന്നവൻ തത്സമയത്തവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അവനൊന്നും മറന്നുകളവാൻ അനീതിയുള്ള ന്യായാധിപനല്ല. അതുകൊണ്ട് അവൻ ചിന്തിച്ചുറപ്പിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, നിനക്കൊന്നും സാധിക്കില്ല. ലോകത്തിൽ ആദ്യ വധഭീഷണി കിട്ടിയ ഹാനോക്ക് എന്ന പ്രവാചകനെ കൊല്ലും എന്ന് കയ്യിൻ വീമ്പിളക്കി. കയ്യിൻ്റെ കൊച്ചുമകൻ വീമ്പിളക്കി. മകന്റെ പക്കൽ നിന്ന് ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധം രാഗിമിനുക്കി. ഒരു കൂട്ടം പടയാളികളോട് ഒത്തുചേർന്ന് ആക്രമണ സന്നദ്ധനായി. ഈ ദൈവദാസനെ വളഞ്ഞപ്പോൾ, ആയുധം ഊരിയെടുത്തപ്പോൾ, ആക്രമണ സന്നദ്ധനായപ്പോൾ അമ്പരപ്പിക്കുന്നൊരു കാഴ്ച. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ മരണം കാണാതെ എടുക്കപ്പെട്ടു. ഉയർപ്പിന്റെ മനോഹാരിതയുടെ അനുഗ്രഹീത വചനം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിനായി സ്തോത്രം. അവിടെയും കാണാം പ്രതിസന്ധി അതിജീവിക്കുന്ന ദൈവകൃപയുടെ കരുത്തെങ്കിൽ ഈ രാത്രി ഏതുതരം പ്രതികൂലങ്ങൾക്ക് വിധേയപ്പെട്ടുമിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോർത്തുകൊള്ളണം. ഈ നാഗരികയുടെ വീമ്പിളക്കം കണ്ട് ഭക്തൻ തോറ്റുകൊടുക്കരുത്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം നമുക്കായുണ്ട്. അതാണ് ഭക്തന്റെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രതീക്ഷ. ആ മഹാനഗരത്തിൽ
നഗരത്തിന്റെ അടിസ്ഥാനം ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് ആർക്കും അതിനെ തകർക്കാൻ കഴിയയില്ല. പൊരുളായ ഒരു മഹാനഗരം അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ നിഴലായ ഒരു നഗരമുണ്ട്. ആ നഗരത്തിന്റെ പേരാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയുകയില്ല. അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പടുത്തുയർത്തിയിരിക്കുന്ന ആ മഹാസൗധത്തെ തകർക്കാൻ കഴിഞ്ഞ 2000 ആണ്ടുകളായി ഉലകത്തിലെ ചക്രവർത്തിമാർ, സുവിശേഷ വിരോധികൾ സർവശക്തിയോടെയും സർവായുധത്തോടെയും പരിശ്രമിക്കുമ്പോൾ ഞങ്ങൾ ആവർത്തിക്കുന്നു, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത അജയ്യമായ സൗധത്തിന്റെ പേരാണ് ദൈവത്തിന്റെ തിരുസഭ. ആ തിരുസഭയുടെ വില യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജീവനുള്ള കല്ലുകൾ കൊണ്ടാണ് അതിന്റെ നിർമ്മാണ വൈഭവമെങ്കിൽ ഈ രാത്രി മനസ്സിലാക്കുക, ജീവനുള്ള കല്ലുകളായ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ മഹാദൈവത്തിന്റെ പുത്രനുയർത്താൻ, ഈ ദൈവകൃപയിൽ നന്യപ്പെട്ട് നമ്മെ വീഴ്ത്തിക്കളവാൻ ഉലകത്തിലൊരു ശക്തിക്കുമാവില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാഗരികത തുടങ്ങുന്നത് എവിടുന്ന? കയ്യിൽ നിന്ന്. അയാൾ ആദ്യം ഒരു പട്ടണം പണിതായിരുന്നു. പിന്നെ ഇങ്ങോട്ട് പരതിയാലേ ഒട്ടേറെ നഗരങ്ങളുണ്ട്, വലിയ 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 നഗരങ്ങൾ. ഞാൻ വെറുതെ നടത്തിയൊരു പഠനത്തിൽ ഈ തകർന്നു പോയ നഗരങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ ഏതാണ്ട് 21 നാഗരികതകൾ, പ്രബല നാഗരികതകൾ തകർന്നു. 24 തകർന്നു. അതിൽ 21 തകർത്തത് സ്ത്രീകളായിരുന്നു. നമ്മൾ ദൂരെ ധരിച്ചിരുന്ന സ്ത്രീകൾക്ക് ശക്തിയില്ല, ബലഹീന പാത്രമാണ്, എനിക്കത് ധരിച്ചേ. 24 ക്ലിയോപാട്രയെ പോലെ ഒത്തിരി ഉണ്ട് ആ സംഭവങ്ങൾ. അത്ഭുതം തോന്നുന്ന കാര്യമാണ്. നാഗരികതയെ തകർത്തു. ഒട്ടേറെ പ്രശ്നങ്ങൾ പോട്ടെ. ഇവിടുന്ന് ഈ നഗരത്തിൽ മഹാനഗരങ്ങൾ പലതുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു നഗരമാണ് യെരുശലേം. യെരുശലേം എന്ന മഹാനഗരത്തിൻ്റെ വലിപ്പം, മഹാനഗരം എന്നൊക്കെ പറയുമ്പോഴും അത് വലിപ്പം കൊണ്ടല്ല മഹാനഗരമായിരിക്കുന്നത്, അതിൻ്റെ ചരിത്ര പ്രസിദ്ധി കൊണ്ടാണ് യെരുശലേമിനെ നമ്മൾ വിളിക്കുന്ന മഹാനഗരം. നഗരത്തിൻ്റെ വലിപ്പം കേൾക്കണം. ഒരു 8.5 ഏക്കർ മാത്രമേ യെരുശലേം എന്ന നഗരത്തിനുള്ളൂ. ഞാൻ പല പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കേവലം 8.5 ഏക്കർ തികച്ചില്ല. 8.3 ഏക്കേഴ്സ്. എനിക്ക് തോന്നുന്നു ഇത് ഇടുക്കി ജില്ലയിലുള്ള ആരോ പോയ ആളെന്നാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം കൂടിപ്പോയി. 8.5 ആയിട്ട് കൂടിയ 8.3 ഉള്ളൂ. അളവ് വന്നപ്പോൾ അതിൽ കൂടി. രവീന്ദ്രൻ പട്ടയം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടില്ല, ഇതുപോലൊരു സംഭവമാണ്. 8.3 ഏക്കേഴ്സ് ലാൻഡാണുള്ളത്. ഒരു മനുഷ്യൻ്റെ കാൽപാദത്തിൻ്റെ ആകൃതിയാണ്. 5 മലകളോട് കൂടിയൊരു നഗരമാണ്. പക്ഷേ ഈ നഗരത്തിൻ്റെ നിർമ്മാണ വൈഭവം ഭയങ്കരമാണ്. കാരണം മലമേൽ പണിതിരിക്കുന്ന പട്ടണം. 5 മലകളെ കൂട്ടി ഉരുമി മുട്ടി യോജിപ്പിച്ചിരിക്കുന്ന ഒരു നഗരം. ആ മലകളിൽ ഒന്നിൻ്റെ പേര് യബൂസ്യനായ ഓർന്നാൻ്റെ കളം, മറ്റൊന്ന് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ച മോറിയ, ഇനിയുമൊന്ന് യേശുവിനെ ക്രൂശിച്ച ഗോൽഗൊത, ഇനിയൊന്ന് ഉത്തരഗിരിയായ സയോൺ. ഇതിൻ്റെ നടുക്കൊരു മല അമങ്ങിക്കിടക്കുക, ചുറ്റും 4 മലകൾ. ഇതിൽ യബൂസ്യനായ ഓർന്നാൻ്റെ കളം ദാവീദ് വിലയ്ക്ക് വാങ്ങി അവിടം വൃത്തിയാക്കി. അതാണ് പിൽക്കാലത്ത് യെരുശലേം ദേവാലയമാക്കി പണിയാൻ ശലോമോൻ തയ്യാറെടുക്കുന്നത്. ഈ നഗരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൗഢി നശിച്ചു. അതിൻ്റെ കാരണം ദേവാലയമായിരുന്നു ആ നഗരത്തിൻ്റെ മഹത്വം. ദേവാലയം തകർത്തു, ആ നഗരത്തിൻ്റെ മഹത്വം പോയി. ഈ ദേവാലയം തകർക്കാൻ കാരണം എന്താ? ദേവാലയത്തിലൊരു മഹത്വം ഉണ്ടായിരുന്നു, അത് ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. പ്രവാചകൻ പറയുക, അവിടെ യാഗം നടന്നു, പാട്ട് നടന്നു, ആരാധന നടന്നു. പക്ഷെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ യഹോവയുടെ മഹത്വം ആലയത്തിൽ നിന്ന് ഉയർന്നു പോയി. അത് കിഴക്കൊലിവുമലയുടെ മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പം തേജസ് എവിടെ പോയി നിൽക്കുക? ഒലിവുമലയുടെ മീതെ. അപ്പം തേജസ് പോയിട്ടും യാഗത്തിൻ്റെ കുറവില്ല. ഗംഭീരമായ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ആലയം തകർന്നു. ആലയം തകരുമ്പോൾ പുതുനിയമ ഈ സ്ഥലത്തെ വിളിക്കുകയാണ് ആത്മീയമായി സോദോമെന്നും മിസ്രയീം എന്ന് പേരുള്ളതും അവരുടെ കർത്താവ് മരിച്ചതുമായിരിക്കുന്ന ഇടം. ഇതാ യെരുശലേമിന് ഇന്ന് പറയുന്നത്. ആളുകൾ ചിലരെങ്കിലും പറയാറുണ്ട് ഹോളി ലാൻഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നോട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ഈ ഹോളി ലാൻഡ് ട്രിപ്പ് ഉണ്ടോ? ഞാൻ പറയില്ല.
Because there is no holy land. There is no holy land in this world. അതാ ക്രിസ്ത്യൻ വീക്ഷണം. ഈ ഭൂമിയിലെങ്ങും ഒരു ഹോളി ലാൻഡില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ യെരുസലേമും പാമ്പാടിയും പരിശോധിച്ചാൽ നമുക്ക് തുല്യമാണ് രണ്ടും. ഒരു വ്യത്യാസമില്ല. ആ നഗരത്തിന് സവിശേഷതയില്ല. ആ നഗരത്തിന് ചരിത്ര പ്രസക്തിയുണ്ട്. അത് ഹോളി ലാൻഡ് അല്ല. കാരണം പ്രവാചകന്മാരെ കല്ലെറിയുകയും മുമ്പേ കടന്നു വന്ന് സൂചന നൽകാൻ വന്ന ആളുകളെ ഓടിക്കുകയും അവരുടെ ചുടുരക്തം കൊണ്ട് മലീവശമായി കിടക്കുന്ന ഈ നഗരത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ വേദനയും കഷ്ടപ്പാടും ഒക്കെ നിമിത്തമുണ്ടായ പ്രത്യാഘാതങ്ങളുടെ ദുരന്ത ഭൂമി. ആ ഭൂമിയിൽ നിന്ന് യേശു ഒരു ദിവസം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടുപോവാം. കേട്ടവർക്ക് വലിയ വിഷമമൊന്നും വന്നില്ല. കാരണം യേശു ഇല്ലാതിരിക്കുന്നതായിരുന്നു അവരുടെ സന്തോഷം. പക്ഷേ യേശു ഒരു കാര്യം പറഞ്ഞു, ഞാനേ കീഴടങ്ങിപ്പോകുന്നുവെന്ന് ധരിക്കരുത്. പോയ ഞാൻ പോയതുപോലെ ഒരു ദിവസം ഇങ്ങ് വരും. പിന്നീട് വാക്യങ്ങൾ ഇതേ വാക്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് പറയാം. വെളിപ്പാടുസിലെ വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാം. അന്നാളിൽ ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. വരുമെന്നുറപ്പ് പറഞ്ഞിട്ട് അവൻ്റെ പോക്കാണ്. 2000 വർഷമായിട്ട് അവിടുന്ന് വന്നില്ല. 2000 വർഷത്തെ താമസം വന്നിട്ടും ഇന്ന് യേശു വരുമെന്ന് കരുതി നമ്മളിങ്ങനെ ജീവിക്കാൻ കാരണം എന്താ? നിങ്ങൾ പറ. താമസിച്ചല്ല ഇത്രയും നാൾ. ഇന്നും നമ്മൾ ആശീർവാദം പറയും ആമേൻ കർത്താവേ വേഗം വരണമേ. കേട്ട നാട്ടുകാരൻ ചോദിക്കുക, ഇത് 10ാം വർഷം നിങ്ങളിവിടെ കൺവെൻഷൻ നടത്തിയല്ലോ, ഞങ്ങൾ സ്ഥിരം കേട്ടല്ലോ, വേഗം വരണേ വേഗം വരണേ, എന്തേ വന്നില്ല? തിരിച്ചൊരു ചോദ്യം ഞങ്ങളുടെ ചോദിക്ക്, അവിടുന്ന് 10 വർഷമായി വന്നിട്ടും 2000 ആണ്ടായിട്ട് വാഗ്ദത്തം വന്നിട്ട് ഇന്നും വരാതിരുന്നിട്ടും ഞങ്ങൾക്ക് പ്രത്യാശയ്ക്കൊരു കുറവുമില്ല. ഒരു കുറവുമില്ല. ഉറപ്പായി വിശ്വസിക്കുന്നു അവിടുന്ന് വരും. എന്താ അങ്ങനെ വിശ്വസിക്കാൻ കാരണമെന്നറിയണ്ടേ? പറയാം. ചിലക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ആശങ്ക ഉള്ളവരുണ്ട് കേട്ടോ. സ്നാപകന് ഇച്ചിരി ആശങ്കയായിരുന്നു. സ്നാപകൻ യേശുവിനോട് ഒരിക്കലും ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ പോയപ്പോഴാണ് ചോദിച്ചത്. വലിയൊരു മനുഷ്യനാണ്, ഒത്തിരി അറിവുള്ള മനുഷ്യനാണ്. ഒരു ദിവസം ചോദിക്കുകയാണേ. ഇതൊക്കെയാണെങ്കിലും ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു ജയിലിൽ വെച്ച് യേശുവിനെ കാണാൻ. ചെന്നിട്ട് പറഞ്ഞു, വരുവാനുള്ളവൻ നീ തന്നെയോ? ഞങ്ങൾക്കൊന്നറിയണം. സത്യത്തിൽ ഇത് ചോദിച്ച ശിഷ്യന്മാരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ യോഹന്നാനോട് ചൂടാവുമായിരുന്നു. എൻ്റെ സാറല്ലേ ആ യോർദാൻ്റെ കരയിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട ഞങ്ങളോട് പറഞ്ഞത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാ, സാറിൻ്റെ വാക്ക് കേട്ടിറങ്ങിയതാ, ഞങ്ങൾ വെള്ളത്തിലാവുമായിരുന്നല്ലോ. എന്താ സാറേ ഈ പഠിപ്പിച്ചത്? ജീവിതാനുഭവം ജയിലിലാക്കിയപ്പോൾ അവനോർത്തു, ഞാൻ പ്രസംഗിച്ചത് ബദ്ധന്മാർക്ക് വിടുതൽ, കുരുട്ടുകണ്ണുകൾക്ക് കാഴ്ച, ഇതൊക്കെ പ്രസംഗിച്ച ഞാനിതാ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുക. എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അതിന് ആത്മീയ കാരണമുണ്ട്, പറയാം. സ്നാപകൻ, താങ്കളെ ഈ ജയിലിട്ടടക്കാനൊരു കാരണമുണ്ട്. യു ആർ അണ്ടർ ദ ലോ. നീ നിയമത്തിന് കീഴിലാ, കൃപയ്ക്ക് കീഴിലല്ല. ന്യായപ്രമാണം അതിന് കീഴിലാണ് നീയെങ്കിൽ കൃപയ്ക്ക് കീഴിലാണ് പുതിയ നിയമം. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. നമ്മളെ ഒരു വിദേശ രാജ്യത്ത് പോയി ഒരു തെറ്റ് ചെയ്താൽ അവിടുത്തെ നിയമം വെച്ചാൽ വിധിക്കുന്നത്. മനസ്സിലായോ? അവിടുത്തെ നിയമം വെച്ചാൽ വിധിക്കുന്നത്. ഇന്ത്യയിൽ വന്നൊരു വിദേശി തെറ്റ് ചെയ്താൽ ഇന്ത്യയിലൊരു ശിക്ഷാ നിയമമുണ്ട്. അത് നടപ്പിലാക്കാൻ CRPC ഉണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട്. ഇതൊക്കെ വെച്ചാൽ നടപ്പിലാക്കുന്നത്. എവിടെയാണോ ഒഫൻസ് നടന്നത് അതിനനുസരിച്ചാണ്. സ്നാപകൻ, താങ്കളെ പിടിച്ചകത്തിട്ടു. താങ്കളുടെ പ്രസംഗം എന്താണെന്നറിയണ്ടേ? വിടുതൽ, കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ച, സ്വാതന്ത്ര്യം. പക്ഷെ താങ്കൾ സ്വപ്നം കണ്ട സ്വാതന്ത്ര്യം എന്താണെന്നറിയണ്ടേ? യഹൂദരാകുന്ന നിങ്ങൾ ഉലകത്തിൻ്റെ ഭരണാധികളായി മാറിക്കൊണ്ട് മുഴു ലോകത്തെയും അതിൻ്റെ കീഴിലാക്കി ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള ഒരു ഭരണം. ഇത് അവരുടെ മശികാസങ്കല്പം. മനസ്സിലായോ? യേശു വന്ന അതിനല്ല. കർത്താവിൻ്റെ വചനത്തെ പറയാ, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തിരം വന്നു. എന്താ കൃപ? പിഴയ്ക്കുന്ന ഇത്ര ആളുകൾ ഏറ്റവും വില കൽപ്പിക്കുന്ന പദമാണ് കൃപ. അതില്ലെങ്കിൽ ഈ കൂട്ടായ്മയില്ല. അനർഹരായ നമുക്ക് തന്ന ഔദാര്യത്തിൻ്റെ പേരാണ് കൃപ.
ഈ രാത്രി അനുഭവിക്കുന്ന ദൈവകൃപ ഓർത്തിട്ട് പറയണം, ഒന്നും യോഗ്യതയല്ലേ, അവിടുത്തെ കൃപ ആയിരിക്കുന്നത് നിന്റെ കൃപ. അർത്ഥവത്തായ പദം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയ നസ്രായനായ യേശുവിന്റെ പുണ്യാകരത്വത്തിന്റെ വിലയാണ് ഞാനും നിങ്ങളും. അത് കൃപയാണ്. സഹോദരനെ പറയട്ടെ, ഇവിടെ സ്നാപകൻ ഇതിനകത്ത് കിടന്നു. കാരണം അദ്ദേഹം ന്യായപ്രമാണത്താൽ ബന്ധിതനാണ്. പക്ഷേ യേശുവിൻ്റെ അടുത്ത് സംശയം ചോദിക്കാൻ ചെന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളുടെ ഗുരു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, പറയൂ, ചോദിക്കുക. വരുവാനുള്ളവൻ നീ തന്നെയാണോ? കർത്താവ് ക്ഷുഭിതനായൊന്നുമില്ല. കർത്താവ് പറയാണേ, മക്കളെ, നിങ്ങൾ അവിടെ ചെന്ന് ഇവിടെ കണ്ടതെന്തോ അത് പറയണം. കുരുടര് കാണുന്നുണ്ട്, ചെകിടര് കേൾക്കുന്നുണ്ട്, മുടന്തർ നടക്കുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഘോഷണം ഞാൻ കൃത്യം ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അത് പറഞ്ഞുതരാം. നമ്മുടെ ജോൺസൺ സാറിനറിയാം, ഞങ്ങളൊരു ഡിബേറ്റിൽ ഇതിലെ ബ്രദറൻ സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഈ പരിപാടിയെല്ലാം കൊള്ളാം, പക്ഷേ നിങ്ങളുടെ ഈ ആരാധനയൊക്കെ എന്താ ബഹളമാണ്. അത് കള്ളമാണ്, ഒരു ബഹളമൊക്കെ ഉണ്ടല്ലോ. അല്ല, ശ്മശാനത്തിൽ നിന്ന് പാടുന്നല്ലോ നമുക്ക് പാടാൻ നോക്കും. ആരാധനയ്ക്ക് വന്നിട്ട് ശവക്കോട്ടയിൽ നിൽക്കുന്നില്ല, നിൽക്കാൻ നോക്കും? ഒക്കെയല്ല. നമ്മുടെ പാട്ടിന് അതിൻ്റെ ഒരു ചൂടും ഒരു ഗൗരവമൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ അത് പാട്ടാണോ? പിന്നെ പറയണേ, നിങ്ങൾ ഈ അന്യഭാഷയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു ചന്ത പോലല്ലേ അത്. ഇത് കേട്ട് കഴിയാൻ നമ്മുടെ കുറേ ആളിൽ ചൂടായി. നമുക്കിടെ കുറേ ഒരു ചൂടന്മാരുണ്ട്. ജോൺസൺ പാസ്റ്റർ ചൂടനാണ്. കഴിഞ്ഞ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആടി ഇരുന്നിട്ട് ലാസറച്ചാനും ഭയങ്കര ചൂടായി, ചാടി ഇരുന്നു. ഈ ഡിബേറ്റ് ഇരിക്കണേ എൻ്റെ സാറേ, അപാരമായ അസഹിഷ്ണുത വേണം, അപാരമായ സഹിഷ്ണുത. കാരണം ഞങ്ങളിവരെ ഇങ്ങനെ പ്രകോപിപ്പിച്ചൊരു ചെറിയ കളത്തിലേക്ക് കയറ്റുമ്പോഴായിരിക്കും നിങ്ങൾ ചൂടായി കയറി വരും. ചെയ്യരുത്. അവൻ തന്നെ അവന് കുഴി വെട്ടിയിരിക്കുക. കുഴിയുടെ വക്കത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ കയറി വരരുത്, പ്രശ്നം ഉണ്ടാക്കല്ലേ. കാരണം ഞങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ അയച്ച് ഈ കബഡി കളിക്കുന്ന പോലെയാണ്. ഇങ്ങോട്ട് വാ 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 കയറി വാ, കയറി ഇങ്ങോട്ട് വരുമ്പോൾ വളഞ്ഞൊരു പിടി അവൻ തരും. നമ്മുടെ കയ്യിലേക്ക് ആയുധം ഇങ്ങ് തരും. നമ്മൾ ആയുധം കൊണ്ടുപോകണ്ട, അവൻ്റെ തന്നെ ഇരിപ്പുണ്ട്. അതിങ്ങോട്ട് മേടിച്ച് ഒരു കൊട്ട അതങ്ങ് തീരും. അത്രേ സംഗതിയുള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോഴേറ്റം ചോദിക്കുക, നിങ്ങളുടെ ഈ ആരാധനയൊക്കെ ചന്ത പോലാണ്. നമ്മുടെ സഹോദരന്മാർ കുറേ പേര് ചൂടായപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ശരിയാണ്. അവർ വർഷിപ്പ് ഈസ് ലൈക്ക് എ മാർക്കറ്റ് പ്ലേസ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ മാർക്കറ്റ്? ദ സെയിം തിങ് ഹാപ്പനിങ് ഇൻ അവർ ചർച്ച്. ഞങ്ങളുടെ ചർച്ചിൽ ആ ചന്ത പോലെയാണ്. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന പാമ്പാടി സഭ നമ്മുടെ ചന്തയുടെ അടുത്താണ്. നിങ്ങൾ പറയാറ് ആ ചന്തയിൽ നടക്കുന്ന ശബ്ദം പോലെയാണ് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ 100% പറയും വെൽ സെറ്റ്. അതിൻ്റെ കാരണം അറിയോ? ഇവിടെ ചന്തയുടെ പുറത്തു വഴി പോകുന്നവനാ ചന്തയെന്ന് കേട്ട ബഹളം. ചന്തയ്ക്കകത്ത് കയറിയിട്ടുണ്ടോ? ഒരുത്തൻ നാരങ്ങ വിൽക്കുന്നു, ഒരുത്തൻ പച്ചക്കറി വിൽക്കുന്നു, ഒരുത്തനത് മേടിക്കുന്നു. അവിടെ ബഹളമല്ലെന്ന്, കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായില്ലേ? ആവശ്യക്കാരൻ സാധനം മേടിച്ചുകൊണ്ട് പോവാന്ന് പുറത്തുനിന്ന് കേട്ടപ്പോൾ നിനക്ക് തോന്നുക ചന്തയാന്ന്. മനസ്സിലായില്ലേ? ആവശ്യമുള്ളവനെ കൊണ്ട് പൈസ കൊടുക്കുന്നു, അത് വാങ്ങുന്നു, നല്ല ക്വാളിറ്റിയുള്ള സാധനം. മനസ്സിലായില്ലേ? അത് ഈ പഴയവനെ അടിച്ചടിച്ചടിച്ച് നിനക്കിത് മനസ്സിലാവുമല്ലോ. ഫ്രഷ് സാധനം പിടികിട്ടുകയല്ല. ഇത് വന്നു വാങ്ങണം, ഇതിനകത്ത് കയറി നോക്കണം, ഇവിടെ എന്താ നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, റിയൽ കമ്മ്യൂണിക്കേഷൻ. അത് നടക്കുക. ഉയരത്തിലെ ദൈവത്തോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, സർവശക്തനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ദൂതഗണം മനസ്സിലാക്കാത്തൊരു ഭാഷയിൽ, മറ്റാർക്കും പിടികിട്ടാത്തൊരു ഭാഷയിൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സഹോദരൻ ചോദിച്ചതാണ്, യേശു വരുന്നത് വരെ ഈ വരങ്ങളൊക്കെ ഉണ്ടെന്ന് ബൈബിളിൽ നിന്നൊരു വാക്യം തരാമോ? ഇതാ പിടിച്ചോ, നമ്മൾ മനസ്സിൽ ഓർത്താൽ മതി. ഇതൊക്കെ മനസ്സിൽ ഓർത്തിരിക്കണം. 1 കൊരിന്ത്യർ 1:7. എന്താ പറയുന്നതറിയണ്ടേ? ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഒന്നിലും കുറവില്ലെന്ന് പ്രത്യക്ഷത കാത്തിരിക്കുകയാണ്. അതുവരെ, അന്ന് വരെ ഈ വരങ്ങളുണ്ട്. മനസ്സിലായോ? യേശു വരുന്നത് വരെ. കാരണം അപൂർണനായ എനിക്ക്
പൂർണ്ണനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ കൃപകളെ ജനങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ അവിടുത്തെ വരങ്ങൾ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് രോഗമുള്ളത് കൊണ്ട് രോഗശാന്തി വേണം, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രോഗിയെ കൊണ്ട് നമ്മുടെ കയ്യിൽ തരാം, ആ സ്പോട്ടിൽ സൗഖ്യമാക്കാം എന്നൊരു വയ്യാത്ത മനുഷ്യൻ്റെ പടമൊക്കെ ഇട്ടു. ഞാൻ പറഞ്ഞതൊരു ഡിബേറ്റല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. അപ്പം നിങ്ങൾ പറയുന്ന കുറേ വരങ്ങളുണ്ടല്ലോ, നിൽക്കാത്തതല്ല വരം. അതിലൊന്നാ സഹായം ചെയ്യാനുള്ള വരം. ഞാൻ ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന് ചീഫ് സെക്രട്ടറിയെ നിർത്താം, നിങ്ങൾ സഹായം ചെയ്യാൻ വരമുള്ള ആളിനെ കൊണ്ട് നിർത്തണം, ഈ കേരളത്തിൻ്റെ കടം അങ്ങ് വീടി തരണം. അതങ്ങനല്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതിങ്ങനെയല്ലല്ലോ. അതെന്താ അങ്ങനെ പറയുന്നത്? അത് ഇത് അങ്ങനെ പറഞ്ഞോണ്ടാ ഇതിങ്ങനെ പറയുന്നത്. സഹോദരൻ, ഈ വരം മാജിക്കൊന്നും അല്ലെന്നേ, ഇത് മന്ത്രവാദി ചെയ്യുന്ന പോലെ ട്രിക്കൊന്നും അല്ലെന്നേ, ഇതേ നമ്മൾ ഈ കാണിക്കുന്ന തരത്തിലെ കൈക്രിയകളൊന്നും അല്ലെന്നേ. ഇതൊക്കെ ആളിനെ തെറ്റിദ്ധരിക്കാനൊക്കെ കാരണം ഈ സുഗതനെ പോലുള്ള ഒരു പണിയാണെന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? സുഗതനൊക്കെ ഇങ്ങനെ ഒത്തിരി പണി ചെയ്തതിൻ്റെ കുഴപ്പമാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് അത് ഞങ്ങൾ സമ്മതിക്കുന്നു. സുഗതൻ്റെ കെട്ടോട്ട് പൊട്ടാനും പോകുന്നില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇതൊക്കെ വിട്, നിങ്ങളെ ഞങ്ങൾ ആ അക്കൗണ്ടിൽ ചേർക്കാതെ. ഇത് വേറെയാ സംഗതി. ഇത് മാനുഫാക്ചർ ചെയ്ത കമ്പനി വേറെയാ. 33 തിരുവയസിലെ ചുടുരക്തം കൊണ്ട് രൂപപ്പെടുത്തി വെച്ച അവിടെ മാനുഫാക്ചർ ചെയ്ത ഉൽപ്പന്നങ്ങൾ എവിടെ ഇരിക്കുന്നേ? ഹല്ലേലൂയ! അതുകൊണ്ട് അവിടുത്തെ പുനരാഗമനം വരെ ആ കൃപകൾ സന്നിവേശിപ്പിക്കുന്ന ഒരു സമൂഹമാണ് യേശുവിന്റെ അനുഗാമികൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ നിത്യത ചെല്ലുന്നത് വരെ ഇത് വേണമെന്നോ? എന്താ കാരണം? പറയാം. ഈ നിത്യത ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗശാന്തി വേണ്ട. വേണോ? സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗശാന്തി? സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് പറയാം, നടുവിനെ ഒരു കെട്ടുണ്ട്, ഇപ്പോൾ കർത്താവ് ആ കെട്ടഴിക്കാൻ പോവാണേ, റൈറ്റിനോ ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. ഈ ട്രിക്കൊക്കെ നമ്മൾ കണ്ടതാ. ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ, ഒന്ന് ചാടിക്ക്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഒരു ദിവാസൻ ഈ തിരുവല്ലയിലുണ്ടാകും, ജോൺസൺ കണ്ണൂരിനറിയാം, രണ്ടുപേർക്കും അറിയാം. അപ്പോൾ ഇദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചു, എൻ്റെ മോനെ എന്നോട് വലിയൊരു ചതി ആ സുഗതം ചെയ്തെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. ഞാൻ ഈ 2 കമ്പുമൊക്കെ ആയിട്ട് പോയതാ. അപ്പോൾ ഇതെൻ്റെ ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇവൻ ഈ 2 കാലും വയ്യാത്ത മനുഷ്യനെ വിളിച്ച് നിർത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ വടി ഒരു തേറ്. മനസ്സിലായോ? വടി ഒരു തേറ്. ആളിനെ അറിയോ? അപ്പോൾ ബാബു തലവടി എന്നാണ് ദിവാസൻ്റെ പേര്. ഞാൻ വീഡിയോ ഇട്ടങ്ങനെ പറയാം. വടി പോയ ദിവാസൻ്റെ പേര്. അദ്ദേഹം ഇങ്ങനെ നിൽക്കുക, എണ്ണീക്ക് നിൽക്കെന്നൊക്കെ പറഞ്ഞു. അവസാനം വടിയുമില്ല, സൗഖ്യമില്ല. വടി 2 എടുത്ത് ദൂരെ എറിഞ്ഞു. 3-4 പറമ്പ് അപ്പുറത്ത് ഇവൻ കാറേ കയറി സ്ഥലം വിട്ടു. അതേപോലെ എൻ്റെ ദിവാസനെ ഞാൻ വിഷമിച്ച് പോയിട്ട് കൊച്ചി എടുക്കണേ വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ അപ്പച്ചൻ്റെ വടി 2 പറമ്പ് അപ്പുറത്ത് കിടപ്പുണ്ട്, ഇനി എടുത്തോളൂ വാ. അദ്ദേഹം കരഞ്ഞോണ്ടാണ് പറഞ്ഞത്. ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു എന്നെ ഈ സുഗതൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് തന്ന് ഒരു പ്രസംഗവേദി. ഞാൻ പറഞ്ഞു, നീ ആ വടിയുടെ കാശെങ്കിലും ആ പാവം മനുഷ്യന് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇരിക്കുക. വീഡിയോ നിങ്ങൾ കണ്ടുണ്ടോ? ഷമീർ കൊല്ലോ ഞാനും ഒക്കെ ഉണ്ടോ, ജോബി ടി അലക്സും ഒക്കെ ഉണ്ട്. ആ വടിയുടെ പണമെങ്കിലും ആ പാവം മനുഷ്യന് കൊടുക്കണം. നീ സൗഖ്യമൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പോട്ടെ. ഇതിനായി പറഞ്ഞ ഇത്തരം നമ്പറുകൾ കണ്ടാണ് ആളുകൾ ഇതിനോടൊക്കെ അതിർത്തി തുടങ്ങി. ഞങ്ങളുടെ വിലയും നിലയും പദവിയൊക്കെ കളഞ്ഞാരാ ഈ ടൈപ്പ് ചില ഇനങ്ങൾ വന്നെന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും ഞാനതിലേക്ക് നീട്ടണില്ല. നിത്യതയിൽ ചെന്നാൽ നമുക്ക് പിന്നെ രോഗശാന്തി വേണ്ട ഉദ്യോഗസ്ഥന്മാരെ. എന്താ കാരണം? രോഗം അവിടെ ഇല്ല. ഇവിടെ എന്തിനാ വേണ്ടത്? ഇവിടെ വേണ്ടതേ രോഗമുള്ളിടത്ത് രോഗശാന്തി വേണം. അപ്പോഴും ദൈവത്തിൻ്റെ രോഗശാന്തി വിശ്വാസത്താൽ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞുതരാം. മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട, മരണത്തെ ഫേസ് ടു ഫേസ് അഭിമുഖീകരിച്ചിട്ട് കൃത്യമായി രക്ഷപ്പെട്ട് ആ ഉറപ്പുള്ളവർ, അനുഭവമുള്ളവരെന്ന് കൈപൊക്കിക്കുക. അനുഭവമുള്ളവർ മരണത്തെ കണ്ടിട്ട് അത്ഭുതകരമായി. ഇത് ഞങ്ങളുടെ ജീനോ കൈപൊക്കി. കറക്റ്റാണ്. എന്തായിരുന്നു ഒരു 5-8 മാസം മുമ്പ് തല മുഴുവൻ പൊഴിഞ്ഞ്, കണ്ണുകൾ കുഴിഞ്ഞ്, വല്ലാത്തൊരവസ്ഥയിൽ വലിയ ഭയത്തിലേക്ക് കടന്നുപോയി. പക്ഷെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. ആ മനുഷ്യനാണ് എനിക്ക് വീട് പണിതേ. ആ കൊടും ചൂടത്തിരുന്ന് ഈ പണി ചെയ്യുമ്പോൾ ഒരാശങ്കയും കൂടാതെ ശരീരത്തെ സൂക്ഷിച്ച
മഹാദൈവം ഇന്നും ജീവിക്കുന്നു. ഒരു ജനമല്ല, ഇനിയുമുണ്ട് നിരവധി പേർ. എൻ്റെ സഭയിലൊരു പിതാവുണ്ട്. ഈ പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ മരണാസന്നനായി കിടക്കുകയാണ് മെഡിക്കൽ കോളേജിൽ. ഇന്നും ആരോഗ്യത്തോടെ വീര്യത്തോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഈ സ്ഥലത്തിരിപ്പുണ്ട്. പ്രൈസലോ. ഒന്നും രണ്ടും പേരല്ല, നിരവധി ആളുകൾ വിശ്വാസത്താൽ ഈ ദൈവകൃപയെ ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇത് വേണ്ടാത്തത് രോഗമില്ലാത്തൊരു ശരീരത്തിലാണ് നമ്മൾ ഉയർക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാ, മകനെ ഇന്ന് രാത്രി എൻ്റെ ആലോചന നിന്നോട് അറിയിക്കട്ടെ, പോടാന്ന് പറഞ്ഞു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലെന്ന്. കാരണം നമ്മളിപ്പോൾ ഇവിടെ എത്തി. പ്രവചനങ്ങളുടെ പൊരുളായവനെ, വെളിപ്പാടിൻ്റെ സാക്ഷാത്കാരമായവനെ ഇങ്ങനെ കൺമുമ്പിൽ കണ്ടപ്പോൾ പൂർണ്ണമായത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അംശമായത് എന്നിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുക, പൂർണ്ണതയിലൊക്കെ എത്തിയിരിക്കുക. ആ അനുഭവത്തിൻ്റെ തുടക്കത്തിൽ നമ്മളിങ്ങനെ കർത്താവിനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചു കൂടെ നടക്കുക, നിത്യത. യോഹന്നാനോട് പറഞ്ഞു, വാ. യോഹന്നാൻ ഇതെല്ലാം കണ്ടും കേട്ടുമൊക്കെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. ഞാൻ ഏറ്റവും കരഞ്ഞു. ആദ്യത്തെ കരച്ചിൽ കണ്ടപ്പോൾ മൂപ്പന്മാരിലൊരുത്തൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, കരയരുത്. ഈ കരയരുതെന്ന് നമുക്കെല്ലാം പറയാൻ എളുപ്പമാണ്. സ്വന്തം അനുഭവം വരുമ്പോഴാണ് മനസ്സിലാക്കുന്ന കരയണോ വേണ്ട എന്നല്ലേ. ആരെങ്കിലും മനുഷ്യൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് കരയുന്നത്. ഒരു 10 മിനിറ്റ് കരയണമല്ലോ വൈകിട്ട്, അങ്ങനെയാണോ? ഒരാളായാലും ഒന്ന് കരഞ്ഞിട്ട് 10 മിനിറ്റ് ഒന്ന് കരയാം. അങ്ങനല്ലെന്നേ, അങ്ങനെ കരയാനൊന്നും പറ്റിയില്ല. സാന്ദർഭികമാണത്. ചില പ്രചോദനങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. യോഹന്നാൻ കരഞ്ഞു. കരയരുത്. കാരണം കരച്ചിലില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ പറിച്ചു നട്ടു. ചെറിയൊരു ആശ്വാസം പ്രതീക്ഷിച്ച് ചെന്നൊരു സ്ഥലം കേട്ടോ. യോഹന്നാന് വലിയ സന്തോഷം. സഹപ്രവർത്തകരെ എല്ലാം കണ്ടു. അത് തന്നെ വലിയ സന്തോഷം അല്ലേ? വേണ്ടപ്പെട്ടവരെല്ലാം കണ്ടു. എന്തൊരാനന്ദമാണ് നിത്യതയിൽ ചെല്ലുമ്പോൾ. മൺമറഞ്ഞു പോയ കോടാനുകോടി വിശുദ്ധന്മാരെ ആരും പരിചയപ്പെടുത്താതെ നമുക്കന്ന് തിരിച്ചറിയാമെന്ന്. ഹല്ലേലൂയ. പൗലോസിനെ കണ്ട ഇത് പൗലോസാണെന്ന് ഒരാൾ പരിചയപ്പെടുത്തണ്ട. നമ്മൾ ചിരകാല പരിധിരെ പോലെ വിളിക്കും, ഓ പൗലോസ്, ഓടിച്ചെല്ലും. അദ്ദേഹം നമ്മളെയും കെട്ടിപ്പുണരും. എന്താ കാരണം എന്നറിയണ്ടേ? നിത്യതയുടെ അറിവിൻ്റെ കനം അതാണ്. അത് ഗ്രഹിച്ചിട്ടാണ് പറഞ്ഞ്, ഓ നിത്യതയുടെ അറിവിൻ്റെ കനം, അതിൻ്റെ ആഴം, അതിൻ്റെ വീതി, അതിൻ്റെ പരപ്പ്, അതെത്രമാത്രം ആർക്കും വർണ്ണിച്ചുകൂടാത്ത നിത്യതയുടെ അറിവതാണ്. ആ വലിയ ജ്ഞാനത്തിലേക്കാണ് തൻ്റെ മക്കളെ ദൈവം പറിച്ചു നടാൻ പോകുന്നത്. ആ കാലം സമാഗതമായിരിക്കുകയാണ്. അങ്ങനെ നമ്മെക്കൊണ്ട് പുനർവിന്യസിച്ചിരിക്കുന്ന ആ ലോകത്തെ അനവധി കാഴ്ചകൾ അതെല്ലാം കണ്ടു. ആ കാഴ്ചകൾ കണ്ട് പുസ്തകം അവസാനിക്കുന്നിടത്തേക്ക് യോഹന്നാൻ ചെല്ലുമ്പോൾ ഒരു പുതിയ നാഗരികത കണ്ടു. 22:1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പളുങ്ക് പോലെ മനോഹാരിതയുള്ള ഒരു ജീവജല നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. ലോകത്ത് ഈ ഒരു നദി മറ്റെങ്ങുമില്ല. ലോകത്തനവധി വെള്ളമുണ്ട്. വെള്ളത്തിന് മനുഷ്യൻ ഓരോ പേരിടും. നമ്മുടെ നാട്ടിൽ പണ്ടൊരു സോപ്പുണ്ടായിരുന്നു. ആ സോപ്പിൻ്റെ പരസ്യം ഗംഗാജലത്തിലുണ്ടാക്കിയതാണ്. ഈ ഗംഗാജലം നേരിട്ട് കണ്ടവനാ ഞാൻ. ആ ഗംഗാജലം കണ്ടാൽ പിന്നെ ഒരു സോപ്പ് ഇട്ട് കുളിക്കില്ല. ചീഞ്ഞഴുകിയ ശവശരീരങ്ങൾ, അത് കടിച്ചു പറിക്കുന്ന നായ്ക്കൾ, മനുഷ്യരിങ്ങനെ ജലസമാധി എന്ന പേരിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ശവശരീരങ്ങളെ ഒരു വറ്റം താടി നീട്ടി വളർത്തിയ ആളുകൾ ഓടിച്ചെന്ന് പറിച്ചെടുത്ത് മരിച്ചുപോയ മനുഷ്യൻ്റെ മാംസം കടിച്ചു തിന്നുന്ന കാഴ്ച കണ്ടിട്ട് ഓക്കാനം വന്നവനാ ഞാൻ. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മനുഷ്യനായിപ്പോയി, അതുകൊണ്ടാണ്. നിനക്കത് തോന്നാഞ്ഞതേ, നീ മനുഷ്യനായില്ല, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? സ്തോത്രം. മനുഷ്യനെ ഇങ്ങനെ കടിച്ചു തിന്നെയാണ്. അവിടുത്തെ ഒരു വ്രതമാണ്. ഇത് ഒഴുകുന്ന സംഗതിയാ ഈ നദി. ലോകത്തിലെ സകല നദി ഇതുപോലെ മാലിന്യം നിറഞ്ഞതാണ്. അപൂർവമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മനുഷ്യൻ നദി വൃത്തിക്ക് സംരക്ഷിക്കാറുണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ ലോകത്തൊരു നദിക്കും ഔഷധദായകമായ ഒരു ഗുണവുമില്ല. ലോകത്തിൽ കിട്ടാവുന്ന മനോഹരമായൊരു വെള്ളമുണ്ട്. അത് ഗലീലക്കടലിലെ വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് നമ്മുടെ യോർദാൻ നദി പുറപ്പെടുന്നത്. മനോഹരമാണ് ആ ജലം. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. 3.5 മൈൽ വീതി, 14 മൈൽ നീളം.
പക്ഷേ ഈ വെള്ളം ഒഴുകിച്ചെന്ന് ഏറുന്ന എവിടാന്നറിയണ്ടേ? താഴെ ചാവുകടലിൽ, ലോകത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ജലം, സകലവിധ ഒരു ജീവജാലങ്ങൾക്കും വസിക്കാൻ കഴിയാത്ത ഡെഡ് സീ. ഏതെങ്കിലും ഒരു മത്സ്യം അതിലേക്ക് ചാടിയാൽ ആ മത്സ്യം ഈ വെള്ളം അതിനെ കരക്കടിച്ച് പുറത്തു കളയും. ആ മത്സ്യത്തെ ഭക്ഷിക്കാൻ ഉറുമ്പ് പോലും അടുത്ത് വരില്ല, അത്ര ഉപ്പുരസം. ദൈവജനം പറയാ. പക്ഷെ ഇതിൻ്റെ തീരത്തെ ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ ഒരു ദിവസം മീൻപിടുത്തം നടക്കുമെന്ന് നിത്യതയുടെ ആ സംവിധാനമെല്ലാം ദൈവം പുനഃസ്ഥാപിക്കുമ്പോൾ നാടിന്റെ സ്ഥിതി മാറും, നഗരത്തിന്റെ സ്ഥിതി മാറും. സമഗ്രമായൊരു പരിഷ്കരണത്തിന് ഈ ലോകം വേദിയാകും. സമയ ദൗർലഭ്യം കൊണ്ട് എനിക്ക് ആ വഴി പോകാൻ കഴിയുന്നില്ല. ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ. ഭക്തനെ കൊണ്ടൊരു നദി കാണിച്ചു, ജീവജല നദി. ഈ നദിയെപ്പറ്റി എത്ര പഠിച്ചാലും നമുക്ക് പിടിതരാത്ത ചില ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത് ഒഴുകിച്ചേരാൻ ഒരിടമില്ല. ഈ നദിക്കൊന്ന് ചേരണമല്ലോ എങ്ങോട്ടെങ്കിലും, ഒഴുകിച്ചേരണ്ടേ. സമുദ്രത്തെ നോക്കി അതിനെ കണ്ടില്ല. സമുദ്രമില്ല, വെള്ളം ഒഴുകുകയും ചെയ്യണം. ലോകത്തിലെ സകല വെള്ളവും ഏതെങ്കിലും ഒരു രൂപത്തിൽ കായലിലോ കടലിലോ ചേരണം. കായലും ചെന്ന് കടലിനോട് ഒട്ടിയാണ് കിടക്കുന്നത്. അപ്പൊ ഈ വെള്ളം ചെന്ന് ചേരാനൊരിടം വേണം, നദിക്ക് ചെന്ന് ഇറങ്ങാനൊരു സ്ഥലം വേണം. ഞാൻ സമുദ്രത്തെ നോക്കി അതിനെ കണ്ടില്ല. വെള്ളം ഒഴുകുകയും വേണം. എന്താ കാര്യം? ഈ ഭൂമിയിൽ വെള്ളം ഒഴുകുന്നതുണ്ട്, പ്രപഞ്ച നിയമമുണ്ട്. അത് താഴേക്കാണ് ഒഴുകുന്നത്. എന്നാ വെള്ളം ഒഴുകുന്നത്? അങ്ങനല്ലേ? എന്നാലേ ഈ പ്രപഞ്ചക്രമത്തെ നമുക്കൊന്ന് തിരിച്ചുവിടാം. മുകളിലോട്ടൊഴുകി അങ്ങനെ ഇരിക്കും, ചിന്തിക്കാൻ പറ്റണില്ല. എന്നൊരു കാര്യം മനസ്സിലാക്കിക്കോ. നിത്യതയിലേ ഈ മുകളിലേക്ക് താഴേക്ക് ഈ സങ്കല്പങ്ങളെല്ലാം മാറും. കാരണം ഈ വെള്ളത്തിൽ ഒരളവ് പോലും മിസ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ജീവജല നദിയാണ്. ജീവജല നദിയുടെ ഓരോ തന്മാത്രയും അർത്ഥവത്താണ്. അതുകൊണ്ട് ഒരു അല്പം ജലം പോലും നഷ്ടം വരേണ്ടതില്ല. ഈ നദി ഏതുവഴി ഒഴുകിയോ ഒഴുകിയ ഇടത്ത് തിരിച്ചു വരുന്നൊരു രംഗം ഒന്ന് ഭാവനെ കണ്ടാട്ടോ. ഒഴുകിയ ഇടത്ത് പല വഴിക്ക് കറങ്ങി 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 ഒടുക്കം ഈ നദി വന്ന് ഉത്ഭവസ്ഥാനത്തേക്ക് ചേരുന്ന കൃത്യതയാർന്ന ഒരൊഴുക്കിൽ ഇതിൻ്റെ വീതിയുടെ നടുവിൽ ഒഴുകിപ്പോകുന്ന ഈ നദിയുടെ തീരത്ത് വചനം പറയാണ്, ഒപ്പം മാസത്തിൽ അതത് തരം ഫലം കായ്ക്കുന്ന 12 തരം വൃക്ഷം. ഇന്നത്തെ താഴോട്ട് വായിക്കുമ്പോൾ കാണുക, രാത്രി അവിടെ ഇല്ല. രാത്രിയില്ലേ പിന്നെ എങ്ങനെയാന്ന് ഈ മാസം പിടിയോ? രാത്രിയില്ല പിന്നെ ഡേയും നൈറ്റും ഇല്ല പിന്നെ എങ്ങനെയാന്ന് ഒരു മാസം കണക്ക് കൂട്ടുന്നത്? പറയാം. അനിതേ, നിരീശ്വരന്മാരുടെ ഒരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ഞാനും നിങ്ങളും കണ്ട രാവിലെയും വൈകിട്ടും അല്ല. നമ്മുടെ ഷാജി പാഷൊക്കെ പഠിച്ചിട്ടുണ്ട്, ചോദിച്ചാൽ മതി. ഷാജി ഫിലിപ്പിനോടൊക്കെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ഷാജി ഫിലിപ്പ് മറന്നാലും മിനി അത് മറക്കലെന്ന് എനിക്ക് നല്ല പിടിയുണ്ട്. മിനി ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ചോദിച്ചാൽ പറയും കാര്യങ്ങൾ. എങ്ങനെയാണെന്നറിയണ്ടേ? ഭൂമി ഒരു ഗ്ലോബ് ഇവിടെ സങ്കല്പിക്കുക. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങുക. സൂര്യനെ സൃഷ്ടിച്ചു, സൂര്യൻ്റെ വെളിച്ചം ഇങ്ങോട്ടടിച്ചിട്ട് ഭൂമി കറങ്ങുമ്പോഴാണ് നമ്മൾ രാവും പകലും. വെളിച്ചം കിട്ടുന്നിടത്ത് പകല്, മറ്റേ രാവ്. ഇതേ ഭൂമിയുടെ ഒരു ദിവസത്തെ പറ്റിയല്ല, സൃഷ്ടാവ് ഒരു പ്രപഞ്ച ദിവസമായി പറയുന്നത്. അത് തുടങ്ങുന്ന കേട്ടോ, സന്ധ്യയായി ഉഷസ്സുമായി. അല്ല നേരം വെളുത്ത് ഇരുട്ടിയതല്ല, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അതില്ലാത്തൊരു ദിവസം ഉണ്ട്, എന്നറിയണ്ടേ? 7-ാം ദിവസം. വായിച്ചു നോക്കിയേ, സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസം കാണാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? നമ്മുടെ സങ്കല്പത്തിൽ 24 മണിക്കൂറല്ല. കാരണം പാപരഹിതമായ ആ ലോകത്തിൽ കാലം എന്നതിൻ്റെ സങ്കല്പം വേറെയാണ്. മനസ്സിലാകും യാവത്തിന് ഒരു കാര്യം പറയാം. ലോകം കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ വേഗം എന്ന് പറയുന്നത് പ്രകാശവേഗമാണ്. സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പ്രകാശം, അത് ഒരു വർഷത്തിൽ ആ പ്രകാശം പ്രസരിക്കുന്ന ആ കണക്കെടുത്തിട്ട് ലൈറ്റ് ഇയർ എന്നൊരു സങ്കല്പത്തിലാണ് വേഗത കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ വേഗത കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് ഇയർ ഐൻസ്റ്റീൻ്റെ തിയറിയാണ്. ആ വേഗത്തിൽ മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റിയല്ല. എന്നാൽ ഒരു സങ്കല്പം ഞാൻ പറയാം.
ഞാനേ ആ വേഗത്തിൽ ഇവിടുന്ന് യാത്ര ചെയ്തു. ഈ ഗോളങ്ങളെല്ലാം സഞ്ചരിച്ചു, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചിവിടെ വന്നാലും വേഗത കാരണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയല്ല. മനസ്സിലായോ? സ്പീഡ് കാരണമേ തിരിച്ചറിയാൻ പറ്റിയല്ല. മനസ്സിലായോ? അത്ര വേഗത. അപ്പം കണ്ണ് ഇമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട വല്ലവരും കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ച് നോക്കി, ആരും കാണുകയില്ല. മനസ്സിലായില്ലേ? വേഗത. ഇനിയുണ്ട് ഈ വേഗത, സമയം എന്നൊക്കെ പറയുന്നത് ആവേശിക. അവിടെ പറയാം. ഈ പ്രകാശവേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യാമെന്നങ്ങ് സങ്കല്പിക്കുക. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഒരു നക്ഷത്രത്തിന് 33 പ്രകാശവർഷം അകലെയാണ്. ആ സ്ഥലം വരെ നമ്മൾ യാത്ര ചെയ്യുന്നു സങ്കല്പിക്കുക. 33 പ്രകാശവർഷം വരെ ഭൂമിയിൽ ഒരു വർഷം വെച്ച് കണക്ക് കൂട്ടിയാൽ അങ്ങോട്ട് 33 വർഷം വേണം, ഇങ്ങോട്ട് 33 വർഷം. ആകെ എത്രയായി? 66. നമ്മുടെ സജി പാസ്റ്റർ ഇന്ന് എന്താ പേരൊക്കെ മാറ്റിയിട്ടു, സജി മുർമു എന്നാക്കിയെന്ന്. കാരണം ആ ബീഹാറിൽ നിന്ന് വന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട് അവരോട് ആ പക്ഷം ചേരുന്ന കണ്ട് ബീഹാറിൽ നിന്ന് വന്നൊരു സഹോദരൻ്റെ പേര് തല്ലു മുർമു എന്നായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, ഇവർ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ സജി മോൻ എന്നുള്ളൊരു പേര് ഞങ്ങളങ്ങ് മാറ്റി, സജി മുർമു എന്നങ്ങാക്കി. അപ്പോൾ ഈ സജി പാസ്റ്റർ ഒരു വേഗത്തിൽ ഈ നക്ഷത്രത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ 66 വർഷം. 66 വർഷം കഴിഞ്ഞ് സൈപ്പാഷ് ഇവിടെ വന്നു. പക്ഷേ പുള്ളിക്ക് ഈ സമയ വ്യത്യാസം തോന്നുകയില്ല. കാരണം താടി നരച്ചില്ല, ക്ഷീണിച്ചില്ല. ഇതേ ഊർജ്ജസ്വലതയോടെ വീടിൻ്റെ മറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു 66 76 വയസ്സുള്ള ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. ആരാന്നറിയണ്ടേ? ആ ഫ്രണ്ടിരിക്കുന്ന മോള്. അവൾക്ക് എത്ര വയസ്സാകും? 76. ആ മോനെത്ര വയസ്സെന്നറിയോ? 73. ഇദ്ദേഹം വന്നിങ്ങനെ വാതുക്കെ നിൽക്കുമ്പോൾ ഈ ചെറുക്കം വന്നിട്ട് ചോദിക്കുക, ആരാ? എന്താ കാര്യം തരണ്ടേ? ഇവൻ ഇത്രയും പ്രായമായി, ഇങ്ങനക്ക് പ്രായമായില്ല, വേഗത കാരണം. മനസ്സിലാകുന്നോ? ഓരോ സ്ഥലത്ത് സങ്കല്പം വേറെയാണെന്ന് പറയാൻ ഈ പറഞ്ഞ രാത്രി അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ കണക്ക് വേറെയാണെന്ന നിത്യതയിലെ കണക്ക്. അതുകൊണ്ട് മാസത്തിൽ അതത് തരം ഫലമെന്നൊക്കെ പറയുന്നത് നിത്യതയിലെ കണക്കാ. ഒരു പുതിയ കലണ്ടർ, ഒരു പുതിയ മാസവ്യവസ്ഥ, ഒരു പുതിയ രീതി, അതാണ് നിത്യതയുടെ പുതുമ. ആ പുതുമ അങ്ങോട്ട് വിശദീകരിച്ചിട്ട് ആ മഹാനഗരത്തെക്കുറിച്ച് പറയുക. ആ മഹാനഗരത്തിൽ നിലനിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഇലകളെപ്പറ്റി പറയുക. ആ ഇല ഭക്ഷിക്കുന്നവന് അത് കഴിക്കുന്ന വേളയിൽ രോഗശാന്തി ഉണ്ടാകുന്നു. രോഗമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയേ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ രോഗശാന്തി. സുഗതനോർക്കുക അവിടെ ചെന്നാൽ സ്കോപ്പ് ഉണ്ടെന്ന്. ഒന്നുമില്ല മോനെ, മനസ്സിലായോ? അവിടെ ഈ പൊടിക്കൈ പ്രയോഗിക്കാനൊന്നും യാതൊരു വഴിയില്ല. എന്താ കാര്യം? രോഗശാന്തി എന്നത് മലയാള പരിഭാഷയാണ്. ശരിക്കും അവിടെ കാണണം, അവിടെ തെറാപ്പിയോൺ സംഭവിക്കും. ഈ ഇല കഴിച്ചാൽ തെറാപ്പി. ഞാൻ എൻ്റെ ഒരു കാലിന് ബലം അല്പം കുറഞ്ഞു, ഒരു സ്ട്രോക്ക് വന്ന ശേഷം. കുഴപ്പമൊന്നുമില്ല, ഒരു 2 മാസത്തേക്കൊക്കെ ഞാനത് ഉപയോഗിക്കുള്ളൂ. ഇതിവിടെ പറയാൻ കാരണം, ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിക്കും, ഞാനൊരുത്തൻ ഇത് പറഞ്ഞ് ഇന്ന് തന്നെ മരിക്കും. അതുകൊണ്ട് ദയവായിട്ട് ഇനി അതിനെപ്പറ്റി ഒന്നും ചോദിക്കരുത്. ഇതാ സംഭവം. 2 മാസമുള്ളിൽ നമ്മൾ നിങ്ങൾ കളയും. ഇനി കളഞ്ഞില്ലേലും കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. തന്നെയല്ല, ഇത് വെച്ച് കണ്ടപ്പോൾ നമുക്കൊരു ഗ്ലാമർ കൂടിയിട്ടില്ലേ നിങ്ങളെന്ന് പറയാം. അതുകൊണ്ട് അതിരിക്കട്ടെ. മനസ്സിലായില്ലേ? ഒരു വെറൈറ്റി അതിന് വെച്ചിരിക്കുന്ന, അല്ല വേറൊരു കുഴപ്പം അതിനകത്തില്ല. അപ്പോൾ തെറാപ്പി വേറെ, മരുന്ന് വേറെ. തെറാപ്പി എന്താണെന്ന് മനസ്സിലായോ? മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയല്ലെന്ന്. ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പറയാം. ഇത് കഴിച്ചവൻ എനർജറ്റിക് ആകും. മനസ്സിലാകും? എനർജറ്റിക് ആകുന്നേ മനസ്സിലായില്ലേ? നിത്യതയെ ഫുഡൊക്കെ ഉണ്ട്. നിത്യതയെ ഫുഡ് എന്തിനാണെന്നറിയണ്ടേ? നിത്യതയെ ഭക്ഷണം ഉണ്ടെന്ന്. ഭക്ഷണം എന്തിനാ നിത്യതയെ? ഞാൻ ഇന്ന് ഇവിടെ അല്ലേ ഇന്നലെ ഒരിടത്ത് പറഞ്ഞായിരുന്നു, നിത്യതയെ കർത്തൃമേശ ഉണ്ടറിയോ? TPN അംബാസിഡർ വലിയ സന്തോഷം. പക്ഷേ നിത്യതയെ കർത്തൃമേശയുണ്ട്. നമ്മുടെ സ്ഥിരം കർത്തൃമേശയുടെ സ്പെഷ്യൽ ആളാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. നിത്യതയിൽ കർത്തൃമേശയുണ്ട്. സംശയമുണ്ടോ? എന്താ തെളിവ്? കർത്താവ് പറയാ, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിന്നല്ലാതെ ഇനി മുന്തിരിവള്ളിയുടെ അടിഭവത്തിൽ ഞാൻ കുടിക്കില്ലെന്ന് കള്ളം പറഞ്ഞാണോ? വന്ന് നോക്കണം, അറിയാം അവിടെ ഉണ്ടോ പരിപാടി ഇന്ന്. എന്തിനാ നിത്യതയെ കർത്തൃമേശ എന്ന് അറിയണോ? അറിയാം. എന്താ കർത്തൃമേശയുടെ ലക്ഷ്യം? മരണത്തെ പ്രസ്താവിക്കാൻ. അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഓർക്കാണ്ടൊരു പ്രമേയമുണ്ട്, നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ!
നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. അവനെ ഓർക്കാൻ ഈ കർത്തൃമേശ അവിടെ കൊണ്ട് പോകത്തില്ല. അതാ ദൈവം സ്ഥാപിച്ചു തന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നേ. ഇത് പല ആവർത്തി പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ. ഒരു സഹോദരൻ നമ്മുടെ സുഗതൻ്റെ തന്നെ കാര്യം കേട്ടോ, ഓർക്കരുത്. 3-4 തവണ പറഞ്ഞുകൊണ്ടൊന്ന് ഓർക്കല്ലേ. ഇതാ പ്രമേയം അതായത് പറഞ്ഞു പോന്ന പുള്ളി ഒരു ദിവസം പണി ചെയ്തു. ഒരു ബെർമുടയൊക്കെ ഇട്ട് ഈ അപ്പവീഞ്ഞ് സകല ആൾക്കും കൊടുത്ത വഴിക്ക് തമ്പാനൂർ സ്റ്റാൻഡിൻ്റെ സൈഡിൽ നിന്നവർക്കെല്ലാം കൊണ്ട് കൊടുത്തു. പ്രസാദമായിട്ട് ചോദിച്ചാൽ മതി, അല്ല നമ്മുടെ ബ്രദറിനോട് ചോദിച്ചാൽ അറിയാം. ഇതവിടെ നിന്നവർക്കെല്ലാം കൊടുത്തു. വഴി കണ്ടവർക്കല്ല, ആരെയും നമ്മൾ വിവേചിക്കേണ്ട, സകലതും കൊടുക്കാം. ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എന്നോട് കുറേ പേര് ചോദിച്ചു, പാസ്റ്ററേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇവിടെ നടന്നു, ഈ അപ്പവീഞ്ഞ് രക്ഷിക്കപ്പെടാത്തവർക്കോ സ്നാനപ്പെടാത്തവർക്കോ കൊണ്ടു കൊടുത്ത് ശരിയാണോ? ഞാൻ പറഞ്ഞു അതിലൊരു തെറ്റില്ല. എന്ത് തെറ്റ്? അത് സകലർക്കും കൊടുക്കണം. അതിൻ്റെ ഭാഷ അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞത് അവൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് റൊട്ടിയും മണ്ണുമൊക്കെ മേടിച്ച് മനുഷ്യർക്ക് കൊടുത്തതിനിപ്പോൾ ഞാൻ വേണ്ടെന്ന് പറയാൻ നോക്കുമോ? അവൻ കന്നാലിക്കൂടെ കൊടുക്കട്ടെ. ഈ എന്നോട് സംസാരിച്ച ആൾ കരഞ്ഞുകൊണ്ട് പറയാ, പക്ഷേ അവൻ ബെർമുട ഇട്ടുകൊണ്ടാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു അവൻ അതേലും ചെയ്തല്ലോ. എന്താ ഈ പറഞ്ഞു വന്നത്? ചിലർക്ക് ഈ തിരുമേശയുടെ പൊരുളറിയില്ലെന്ന്, അതിൻ്റെ അർത്ഥം അറിയില്ലെന്ന്, അതിൻ്റെ ഉദ്ദേശശുദ്ധി അറിയില്ലെന്ന്. നിത്യതയിലും ദൈവപുത്രനെ ഓർക്കത്തക്ക വിധം എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിന്ന് ഞാൻ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുമെന്ന് പറഞ്ഞവൻ അവിടെയും വെച്ചിട്ടുണ്ട് നമുക്കൊരു ഡിന്നർ. സ്തോത്രം. ഇനി ഒത്തിരി കഥകളുണ്ട്. ഇനി ഒന്നുകൂടെ ചോദിച്ചാലേ, ഈ ഒരു ചോദ്യം അങ്ങ് തുറന്നങ്ങ് ചോദിച്ചേക്കാം. ഈ ഡിന്നർ കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടോ എന്നൊരു ചോദ്യം. ഉത്തരം അങ്ങ് പറഞ്ഞേക്കാം ഇല്ല. എൻ്റെ കാരണം എന്താണെന്നറിയണ്ടേ? എന്താ ഈ വിസർജ്യ വ്യവസ്ഥയുടെ ലക്ഷ്യം എന്താ അറിയേ? ബോഡിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറന്തള്ളലാണത്. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിനും ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഒക്കെ എടുത്തിട്ട് ബാക്കി ശരീരം കളഞ്ഞേക്കുക. ഇതാണ് ഞാൻ നിത്യയുടെ പുറത്തേക്കണോ? അവിടെ കളയാനൊന്നുമില്ല. ഇതങ്ങ് ലയിച്ച് ചേരുക നമ്മോട്. നമ്മൾ പെർഫെക്റ്റ് മേനാകുക എന്ന്. ഹല്ലേലൂയ. മൺമയന്റെ പ്രതിമ ധരിച്ച പോലെ വിൺമയന്റെ പ്രതിമ ധരിക്കുമ്പോൾ സ്ഥിതിഗതികൾക്ക് പാടെ മാറ്റം വന്നിരിക്കുന്നു. അവിടുന്ന് കളയാനൊന്നുമില്ല. ഒരു മാലിന്യം അവിടെ ഇല്ല. മലിന വസ്തുക്കളുടെ സ്ഥലമല്ല അത്, വിശുദ്ധന്മാരുടെ സ്ഥലം. ബിംബാരാധികൾ ഭോഷ്ക് പറയുന്നവർ ഏവർക്കുമുള്ള ഓഹരി പുറത്തു തന്നെ എന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായി പറയുമ്പോൾ ആ സ്ഥലത്തിന്റെ സവിശേഷത കൂടി ദൈവമക്കളൊന്ന് അറിഞ്ഞിരിക്കണം. ആമേൻ. അപ്പോഴേ ഈ ഇല കഴിക്കുമ്പോൾ നമ്മൾ കുറേ കൂടി അങ്ങ് എനർജി വരുന്നു, കുറേ കൂടി എനർജറ്റിക് ആകുന്നു. അല്ലാതെ രോഗം മാറുന്നില്ല. രോഗം അവിടെ ഇല്ല, എനർജി കൂടുവന്നു. മനസ്സിലായില്ലേ? ആ എനർജി കൂട്ടുന്നൊരു സാധനം അതാണ് ഈ ഇല. അതിനകത്തൊരു വ്യംഗ്യാർത്ഥമുണ്ട്. ഈ ഇല ഇത്ര പ്രയോജനപ്രദമാണെങ്കിൽ അതിൻ്റെ ഫലം എത്രയോ ശ്രേഷ്ഠമായിരിക്കുമെന്ന്. പ്രൈസലോ. അവിടെ കളയാനൊന്നുമില്ല. അർത്ഥവത്തായ ഒരിടം. ഏദനിൽ നിഷേധിക്കപ്പെട്ടതൊക്കെ തൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മനോഹര ദേശം. ആ ദേശം സ്വപ്നം കാണാനായി കൺവെൻഷൻ, ആ ദേശം ഹൃദയത്തിൽ കണ്ട് ധ്യാനിച്ച് മടങ്ങാനാ ഈ യോഗം. ആ ദേശം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ച മഹാനഗരത്തെ ദർശനം കണ്ട് ജീവിക്കുന്ന ഇഹലോകത്തിലെ ജീവിതമാ ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ടേ അപ്പോസ്തലൻ പറഞ്ഞൊരു വചനം, നമ്മുടെ പൗരത്വോ സ്വർഗത്തിൽ. നമുക്ക് 2 തരം പൗരത്വം. ഇവിടെ പൗരത്വം ഉണ്ട്, അതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ റേഷൻ വാങ്ങുന്നത്. പോട്ടെ. പക്ഷെ സ്വർഗീയ പൗരത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയണ്ടേ? ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മളൊരു വിളി കാത്തിങ്ങനെ കഴിയുക. ഒരു വിളി കാത്ത്. ഇവിടുത്തെ വസ്തുക്കളെല്ലാം താൽക്കാലികമാണ്. താൽക്കാലികം. പ്രൈസലോ. താൽക്കാലികം. മനസ്സിലായില്ല? പറയാം. ഇവിടുത്തെ വസ്തുക്കളെല്ലാം കളയാനുള്ളതാണെന്ന്. ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഷിനാജ് വാസർ മഹനീയം ഇവിടെ ഉണ്ട്. ഇവിടെ ലേവ്യൻ ഉണ്ടല്ലോ അല്ലേ? യഥാർത്ഥ പേര് ലേവ്യൻ എന്നാണ്. ഞാൻ ഷിനാജ് എന്നങ്ങ് വിളിക്കുന്നു. പോട്ടെ. എൻ്റെ മോള് ചെറിയ പ്രായത്തിൽ ഇതേ പേരുള്ളൊരു കൊച്ച് അടുത്ത വീട്ടിലുണ്ട്. ഇവർ 2 കിടന്ന് കളിക്കും. ഈ ഷിനാജ് ഇതിനൊരു സാക്ഷിയാണ്. ഈ കൂട്ടാനും കഞ്ഞിയൊക്കെ കളിക്കുന്ന പഴയ കളി. ഇപ്പോഴത്തെ പിള്ളേർ മൊബൈലിലാണ് കളിക്കുന്നത്. പണ്ട് ചിരട്ടയ്ക്കകത്ത് ഇതൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുക. ഈ ബ്ലേഡിൽ തരിഞ്ഞും മണ്ണിൽ കളിച്ചുമൊക്കെ നിൽക്കുമ്പോൾ ഈ കുട്ടികൾക്കിട്ട് മാതാക്കൾ ചെന്ന് അടിയൊക്കെ കൊടുത്താൽ വഴക്കൊക്കെ പറഞ്ഞ് കയറ്റും. പക്ഷേ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ പറയാം അവിടെ കളിച്ചോട്ടെ.
കുഞ്ഞുങ്ങളെ ഈ ചോറുമൊക്കെ ഇങ്ങനെ മണ്ണ് വെച്ച് കളിച്ച് ഇങ്ങനെ ഉരുട്ടി കളിച്ച് കൈക്കുടക്കി ഇത് ഒഴുകുമ്പോൾ നമ്മൾ കണ്ടാൽ ഏതാണ്ടൊരു അപാകത ഉണ്ടെങ്കിലും അവരിത് കളിയാണെന്ന് അവർക്ക് ചിന്തയില്ല. അവർ ധരിച്ചിരിക്കുന്നത് ഒറിജിനൽ ചോറാണെന്ന്. നമ്മൾ കാണാതെ ഈ കൊച്ചിങ്ങനെ അവിയലാന്നോർത്ത് ഇതൊക്കെ ഇങ്ങനെ നക്കുന്നുമുണ്ട്. മനസ്സിലായില്ലേ? കൊച്ചുങ്ങളത് എൻജോയ് ചെയ്യുക. കുഞ്ഞുങ്ങൾ നമ്മളെത്ര പറഞ്ഞാലും അതുങ്ങളാ ചിരട്ട കളയല്ല, ബ്ലേഡ് കൊണ്ട് കൈ മുറിഞ്ഞാലും ഇത് കളയല്ല, ഇത് ഇതെൻ്റെ വീടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വേറൊരു കൊച്ചു ഇരിപ്പുണ്ട്. അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോൺ വന്നതായിട്ട് അഭിനയിക്കുക. അപ്പോൾ ഫോൺ എടുത്തിട്ട് അടുത്ത ആളോട് ചോദിക്കുക, അരക്കുകയാണോ? കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുക. അപ്പോൾ അപ്പുറത്തെ ആൾ ലോജിക്കലൊരു മറുപടി, എങ്ങനെയാ കണ്ടതെന്ന്. കാരണം ദൂരത്താണല്ലോ രണ്ടുപേരും. പിള്ളേരായി യുക്തിബോധമായി. അപ്പോൾ ഇവരുടെ വിചാരം ഈ കയ്യിലിരിക്കുന്ന തീപ്പെട്ടി ഒറിജിനൽ ഫോണാണെന്നാണ്. ഞാൻ മുഖാലിലൊക്കെ ചെന്ന് ഓജപ്പാഷ കൺവെൻഷൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മന്നായിക്ക് 3 വയസ്സ് 4 വയസ്സും കണ്ടേ ഉള്ളൂ. മന്ന ഒരു തീപ്പെട്ടി കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഈ കസേരയുടെ മണ്ടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വീഡിയോ പിടിക്കുക. ആൾക്കാരെല്ലാം ഇങ്ങനെ കാണുക. മന്നായിക്കകത്തൊരു നാണവും തോന്നിയില്ല. ഇങ്ങനെ പിടിക്കുക, മുഴുവൻ ആളുകളെയും പിടിക്കുക, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറിജിനൽ വീഡിയോ. ലോകം ഇത്രേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയണ്ടേ? ഈ കുഞ്ഞെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അകത്ത് ഒരു 12:30 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഫിഷ് ഫ്രൈ, ചിക്കൻ, നല്ല സാമ്പാർ, അവിയൽ, ഇതിൻ്റെയൊക്കെ ഗന്ധം ഇങ്ങോട്ട് അടിച്ചു വരുമ്പോൾ കുഞ്ഞിന് മനസ്സിലായി ഫുഡ് റെഡി. അവൾ ചാടി എഴുന്നേറ്റ് ഈ കൈ രണ്ടും ഇങ്ങനെ കുടഞ്ഞ് അവളിവിടെയൊക്കെ തൂത്തിട്ട് ഇവൾ തന്നെ ഈ ചിരട്ട കാലിന് തട്ടി അവളുണ്ടാക്കുന്ന ചോറും കറികളും ഒക്കെ ദൂരേക്ക് കളഞ്ഞിട്ട് ഓടി വന്ന് ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഒരു ഇരിപ്പാ. ഈ ഭൂമിയിലെ സകല അനുഗ്രഹവും ഇങ്ങനെ കാലിന് തട്ടിത്തെറിപ്പിച്ചിട്ട് പൊരുളായി ഒന്ന് വരുമ്പോൾ, റിയലായി ഒന്ന് വരുമ്പോൾ, അക്ഷരാർത്ഥമുള്ള ഒന്ന് വരുമ്പോൾ ഭക്തൻ കോടാനുകോടി കരുത്തന്മാരായി ദൈവമക്കൾ കുറുമ്പ്രാവുകളെ പോലെ ഇറങ്ങി ഇന്നിവിടെ പാർക്കുമ്പോൾ ശക്തരായി അതിനെ അതിജീവിച്ചുകൊണ്ട് നിത്യത മനോഹാരിത കരഗതമാക്കാൻ ഒരുവർക്ക് നിൽക്കുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിൽ വരുന്നു. ഹല്ലേലൂയ. ആ നിത്യത കൂടാതെ ഒരാളെങ്കിലും ഈ രാത്രി തിരുവചന ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഈ മഹത്തര രക്ഷ കരഗതമാക്കുന്നവർക്ക് തുറക്കപ്പെട്ട സ്വർഗം എന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്നു. ആ നിത്യത കരഗതമാക്കാൻ സ്വർഗം നൽകുന്ന ആഹ്വാനത്തിൽ സുശക്തമായൊരാശയമുണ്ട്. 1 മിനിറ്റ് കൂടി അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സഹോദരേ, ഈ ഇവിടെ നമ്മുടെ അജിപുത്തൂരും പ്രസാദ് ഭാഷമൊക്കെ നല്ല ഒന്നാന്തരം പാട്ടുകളാണ് പാടി. അംശമൊന്നുമില്ല. എന്നാൽ സണ്ണി സാറേ ഒരു കാര്യം പറയാതിരിക്കാൻ തരയില്ല. നമ്മൾ ഈ ഭൂമിയിൽ പാടുന്ന ചുരുക്കം ചില പാട്ട് മാത്രമേ സ്വർഗത്തിൽ ആവശ്യമുള്ളൂ. ഇവിടെ പാടി കളഞ്ഞേച്ചു പോകേണ്ട പാട്ടുകളുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദമോടും പ്രധാന ദൈവത്തിൻ്റെ ശബ്ദത്തോടും ആ പാട്ട് നിത്യതയിൽ ചെന്നാൽ പിന്നെ പാടണം. അവിടെ കാണുന്ന പാടിയ ദൂതൻ തല്ലും. അതവിടെ പാടരുത്. ഇവിടെ വെച്ച് പാടി തീർത്തോണം. ഇത് നമ്മുടെ കോത്തല ഭാഷ ഇപ്പോണ്ട് ഒത്തിരി പാട്ടൊക്കെ എഴുതുന്ന ആളാ. ഇത്തരം കുറേ പാട്ടെല്ലാം ഇവിടെ വെച്ച് തന്നെ തീരും. മനസ്സിലായില്ലേ? കാരണം ഭൂമിയിൽ വെച്ച് മാത്രം പാടേണ്ട പാട്ടുകളുണ്ട്. പാട്ട് മോശമല്ല, നമ്മൾ പാടുന്ന പാട്ടാ. കാരണം അത് വാക്യവും കൂടെ ആണല്ലോ. ഒത്തിരി പാട്ട് ഇവിടെ വെച്ച് തീരും. ഭൂമിയിലെ പല പ്രമേയവും വേണ്ട. ഇതിനിടയ്ക്ക് ഭൂമിയിലിരുന്നു കൊണ്ട് നിത്യതയെക്കുറിച്ച് പാടുമ്പോൾ ഒരു പരമാനന്ദ സുഖമില്ലേ? ഇല്ലേ? ഉണ്ടെന്ന്. ഭൂമിയിൽ നിന്നുകൊണ്ട് നിത്യത ഓർക്കുന്ന പാട്ട്, നമ്മളതിന് മരണപ്പാട്ടെന്നൊക്കെ പറയുന്നുള്ളൂ. അത് ഭയങ്കര സുഖമുള്ള പാട്ടാണെന്ന്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ നിത്യതയെക്കുറിച്ചുള്ള പാട്ട്? യെരൂശലേമിന്നധിപനീശു തിരുമുഖം ഞാൻ കാണാൻ, യെരൂശലേമിൽ അധിപനീശു തിരുമുഖം ഞാൻ കാണാൻ, വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ. എന്നെ ഓർത്തൊന്നും ചെയ്യണ്ട. അതിനാ പുള്ളി ഉണ്ടോ അവിടെ? ആ ചെരുപ്പിൻ്റെ വാഴഴിക്കാൻ നമ്മൾ യോഗ്യരല്ല. അത് ചെയ്തോളൂ, നിങ്ങളെല്ലാം കൂടെ ചെയ്തു. എന്നാലേ ഇത് നിത്യതയെക്കുറിച്ചുള്ള പാട്ടാണ്. ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മളവിടെ ചെന്ന പ്രതീതി. എന്നാലേ
ഈ സ്വർഗീയ ജീവികളുടെ ആവേശം ഇതല്ല. നമുക്ക് തങ്കത്തരി വീതി, സ്വർഗാതിസ്വർഗം, ജീവവൃക്ഷം, മാസത്തിൽ അതരം ഫലം കായ്ക്കുന്ന വൃക്ഷം, ഇതൊക്കെ എന്നെ ഭൂമിയിൽ വെച്ച് ആവേശപ്പെടുത്തുന്ന ഘടകങ്ങളാണെങ്കിൽ സ്വർഗീയ ജീവജാലങ്ങളുടെ ആവേശം തങ്കത്തരി വീതി അല്ല. സ്വർഗീയ ജീവജാലങ്ങൾ പുളകം കൊള്ളുന്ന വിഷയം ഈ പറയപ്പെട്ടതുപോലെ ജീവവൃക്ഷത്തിന്റെ ഫലമല്ല, മറഞ്ഞിരിക്കുന്ന മണ്ണയല്ല. അവരുടെ പ്രവചോദനം എന്താണെന്നറിയണ്ടേ? ഭൂമിയിൽ നടന്ന ഒരു സംഭവം കണ്ടാണ് സ്വർഗീയ ജീവജാലങ്ങൾ ആനന്ദിക്കുന്നത്. ഭൂമിയിലെ ഒരു പ്രമേയമാണ് അവരെ അത്ഭുതസക്തരാക്കുന്നത്. ആ പ്രമേയം എന്താണെന്നറിയണ്ടേ? കാൽവറി അഥവാ ഗോൽഗോഥ. സ്വർഗത്തിലും ഉയർന്നു നിൽക്കുന്ന പാട്ടിൽ ഭൂമിയിൽ ഗോൽഗോഥ എന്ന യെരുശലേമിന്റെ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് നടന്ന ഒരു സംഭവം ദൂതഗണങ്ങൾ ദീർഘദൃഷ്ടിയോടെ നോക്കിക്കണ്ടിട്ട് ഭൂമിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് സ്വർഗത്തിലിരുന്ന് പാടുക. അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. എന്താ ഈ ആവേശം എന്നറിയണ്ടേ? അതിന് കാരണമുണ്ട്. ഞാനേ വയനാട്ടിലൊരു പരസ്യത്തിന് പോയി. അവിടെ ഈ നക്സൽ വർഗീസിൻ്റെ ശവകുടീരമുണ്ട്. അതിൻ്റെ അടുത്തൊരു പരസ്യത്തിന് മുമ്പ് ഇവരുടെ എന്തൊരു പ്രോഗ്രാം നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങ് കഴിയട്ടെ, നമുക്കത് കഴിഞ്ഞ് തുടങ്ങാം. ഈ നക്സൽ വർഗീസിൻ്റെ ശവകുടീരത്തിൻ്റെ മുമ്പിൽ, അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ച സ്ഥലത്ത് ഉണ്ടാക്കിയ ശവകുടീരത്തിൻ്റെ മുമ്പിൽ കുറേ ആദിവാസി സഹോദരങ്ങൾ വന്ന് അദ്ദേഹത്തിൻ്റെ ധീരകൃത്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പോലീസ് നിറയൊഴിച്ച കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തലമുറകളെ ഇങ്ങനെ ആവേശഭരിതരാക്കിയപ്പോൾ ഈ കഥ കേട്ട ഒരു വട്ടം ചെറുപ്പക്കാർ, സഖാവ് വർഗീസിനെ കണ്ടിട്ടില്ലാത്ത, അദ്ദേഹത്തെക്കുറിച്ച് കേട്ട് മാത്രം അറിവുള്ള അവിടുത്തെ ഒരു വട്ടം ആദിവാസി സഹോദരങ്ങൾ കൈകളുയർത്തിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, സഖാവ് വർഗീസ് അടിയോരുടെ പെരുമൻ, അടിയോരുടെ പെരുമൻ എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ്റെ നേതാവ്, അടിയോരുടെ പെരുമൻ ഇതെന്നെ വിളിച്ചു പറയുകയാണ്. അപ്പോഴേ 10-20 വർഷം 10-40 വർഷത്തിനപ്പുറത്ത് പോലീസുകാർ നിറയൊഴിച്ച് കൊന്നുകളഞ്ഞ ഈ മനുഷ്യൻ്റെ ഓർമ്മകൾ ആദിവാസികളിൽ കൊടുത്ത തങ്ങളുടെ രക്ഷകനെ അവർ അദ്ദേഹത്തിൽ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുത്ത ആവേശത്തിന് ഇത്രയും കനമുണ്ടെങ്കിൽ 2000 ആണ്ടുകൾക്കപ്പുറത്ത് കാൽവരുടെ കൊല്ലമരത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കി തന്ന പുണ്യാഗം, നീ അറുക്കപ്പെട്ടു, എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം, അത് നിമിത്തം നീ ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി, ഞങ്ങളെ രാജാവും പുരോഹിതന്മാരുമാക്കി വെച്ചു. ആ മഹാദൈവത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കാം. ആ മഹാദൈവത്തിൻ്റെ കരുത്തിന് കീഴടങ്ങാം. ആ ശക്തി ചൈതന്യങ്ങൾക്ക് വിധേയമാകാം. ഈ രാത്രി ആ കർത്താവിൻ്റെ ക്രൂശുമരണത്തോട് പറ്റിച്ചേർന്നത് കൊണ്ട് ജയകരമായി നമുക്കവനെ പാടി മുഖത്തപ്പെടുത്താം. യെരുശലേമിൻ ഇമ്പവീടേ എന്ന മനോഹര ഗാനം, ആ മനോഹര നിമിഷത്തിൽ ഞാനും നിങ്ങളും കരഗതമാക്കാൻ പോകുന്ന നിത്യയുടെ ആഴക്കനമോർത്തുകൊണ്ട് സർവശക്തി